ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2026 പുതുവർഷ ഫലമാണ്. അപ്പോൾ ആദ്യം എല്ലാവർക്കും തന്നെ ഹാപ്പി ന്യൂ ഇയർ. സുഖമാണെന്ന് വിചാരിക്കുന്നു. അധികം താമസിക്കില്ല, വീഡിയോയിൽ എടുക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. നമുക്ക് ആദ്യം തന്നെ മേടരാശിക്കാർക്ക് നോക്കാം അല്ലേ. അശ്വതി, ഭരണി, കാർത്തിക കാലത്തുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുന്നത് അല്ലേ. മേടരാശിക്കാർക്ക് മാത്രമല്ല മേടലഗ്നക്കാർക്കും കാണാം കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്താണ് ഈ 2026 ഫലം നോക്കുക. ഒരു വർഷക്കാലത്തെ ഫലമാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേക്കായിട്ട് നമ്മൾ മന്ത്ലി പ്രഡിക്ഷൻസ് ഇടാറുണ്ട്. എന്നിരുന്നാലും ഒരു വർഷഫലം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു വർഷത്തെ കാര്യം നമുക്ക് പ്ലാൻ ചെയ്യാനും അത് മുൻകൂട്ടി നമുക്ക് ഒന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മന്ത്ലി നമ്മൾ പ്രഡിക്ഷൻസ് കാണുമ്പോൾ അത് വീണ്ടും നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, സാമ്പത്തികമൊക്കെ ചിന്തിച്ച് നോക്കാം. അപ്പം നമുക്ക് ഏഴര ശനി, അപ്പം 12ലാണ് ശനി നിൽക്കാമെന്ന് പറയാം അല്ല. അപ്പോൾ ഏഴര ശനി കാലമാണ്. അത് 3 കാറ്റഗറിയാണ് നമ്മൾ പറയാറുണ്ട്. ശനി മാറ്റത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അതായത് 21 വയസ്സിനുള്ളിലേക്കാണ് നിങ്ങളുടെ ഏജെങ്കിൽ അത് ആദ്യമായിട്ടായിരിക്കും നമുക്ക് ഏഴര ശനി നമ്മുടെ ലൈഫ് വന്നേക്കുന്നത് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നല്ല ചലഞ്ചിങ് മന്ത് ആയിരിക്കും, അല്ലെങ്കിൽ ചലഞ്ചിങ് ഇയർ ആയിരിക്കും. മന്തല്ല, ഇയർ ആയിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സെക്കൻഡ് റൗണ്ട്, അതായത് 23 കഴിഞ്ഞിട്ട് ഒരു 55 ഉള്ളിലായിട്ട് അല്ലെങ്കിൽ 50 ഉള്ളിലായിട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് സെക്കൻഡ് റൗണ്ട് ആയിരിക്കും. അവിടെ വരുന്നത് നമുക്ക് ചലഞ്ചസ് ഉണ്ടാവും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സക്സസ്സും കൂടി കാണുന്ന ഒരു ടൈം കൂടി ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു വർഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായി പരിശ്രമിക്കേണ്ടതായി വന്നേക്കാം. നല്ല രീതിയിലുള്ള പരിശ്രമം ആവശ്യമായിട്ട് വേണ്ടി വരുന്ന സമയം തന്നെയാണ്. പക്ഷേ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുക തന്നെ ചെയ്യും. അത് ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും ഒരു ജോലി കിട്ടാനുള്ള യോഗമൊക്കെ നമുക്ക് ഈ ഒരു വർഷത്തിൽ പറയാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ജോലി ഉള്ളവർക്കാണെങ്കിൽ ഒരു തീരുമാനമൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ജോബ് റിസൈൻ ചെയ്യാനായിട്ട്, ജോബ് മാറാനായിട്ട് ഒക്കെ ആയിട്ട് നമ്മൾ തീരുമാനം എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് ഒന്ന് ജാഗ്രതയോടെ നിന്നിട്ട് വേണം നമ്മൾ ആ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. നന്നായി ആലോചിച്ച് മാത്രം ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. പിന്നെ ബിസിനസ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു മീഡിയം ലെവലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്ന റിസ്ക് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. റിസ്ക് ഇല്ലാതെ ബിസിനസ് ഇല്ല. പക്ഷേ ഓവർ റിസ്ക് ആണെങ്കിൽ, അതും മണി റിലേറ്റഡ് ആകുമ്പോൾ ഓവർ റിസ്ക് ആണെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് അത്രയും ടീം വർക്ക് ചെയ്ത ശേഷം മാത്രം നമ്മൾ ആ റിസ്ക് എടുക്കുക. അല്ലാതെ ഓവർ റിസ്ക് എടുക്കേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ നമുക്കറിയാം ബിസിനസ് ആകുമ്പോൾ റിസ്ക് എടുത്താൽ അത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അത് നിങ്ങളുടെ ടീമുമായിട്ട് നന്നായി ആലോചിച്ച് അതിന് നല്ല സ്പെഷ്യലിസ്റ്റായിട്ട്, അത് നമ്മളെ എന്താണ് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് നമുക്ക് നോളജ് ഇല്ലെങ്കിൽ ആ നോളജുള്ള ആളെ കണ്ട് അതിന് ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലേ. ഒരു സർവീസ് നമ്മൾ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെ, നമ്മളിപ്പോൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ബിസിനസ്സിൽ ആർക്കും അത് ഫിനാൻസായിട്ട് ബന്ധമില്ല, അറിയത്തില്ലെങ്കിൽ അതിന് അത്രയും പെർഫെക്റ്റായിട്ടുള്ള ആളെ കണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിസിഷൻ ചോദിക്കുക. നമുക്ക് ബെറ്റർ ആയിരിക്കും നമ്മുടെ ലൈഫിൽ. അത് ഒരാൾ തന്നെ കാണില്ല, ഒന്നിലധികം ആളുകൾ കണ്ടു. കാരണം ഫിനാൻസിൽ കുറച്ചുകൂടി നമുക്ക് നല്ല നോളജ് ഗെയിൻ ചെയ്തിട്ട് അതിലോട്ട് ഇറങ്ങുക. നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് ചെയ്യാനല്ല പറയണേ, നല്ല എക്സ്പെർട്ടേഴ്സ് ആയിട്ടുള്ള ആളുടെ കീഴിൽ കൺസൾട്ടേഷൻ എടുത്ത ശേഷം എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ബിസിനസ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സാമ്പത്തിക അവസ്ഥ എങ്ങനെയുണ്ടാവും, കൂടുതൽ എല്ലാവർക്കും ഉള്ള കാര്യമാണ് സാമ്പത്തികം എങ്ങനെയായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത്. സാമ്പത്തിക വരുമാനം ഉണ്ടാവും കേട്ടോ, വരുമാനം ഉണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ ചിലവുകളുണ്ടാവും. അപ്പം നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഈ ചിലവുകളൊക്കെ നല്ലതാക്കാൻ മാറ്റുക, അല്ലെങ്കിൽ നല്ല ചിലവുകളാക്കി നമുക്കൊരു അസറ്റ് വാങ്ങുന്ന, ഇപ്പോൾ വസ്തു വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതാവാം, അങ്ങനെ എന്തെങ്കിലും നല്ല ഷെയർസ് വാങ്ങുന്നതാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറൊന്നുമല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി പഠനം നടത്തുക. അപ്പം ഗോൾഡൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എല്ലാവരും വാങ്ങുന്ന സാധനമാണ്. അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങുന്നത് പറയുന്നത് നല്ല പ്രോപ്പർട്ടി കണ്ട് വാങ്ങുന്നതാണ് അല്ലേ. അപ്പോൾ അത് അനാവശ്യ ചിലവിലേക്ക് പോകാതെ നല്ല നല്ല ചിലവുകളാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കെങ്കിലും അത് ബെനിഫിറ്റ് ആയിട്ട് മാറും. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തൊഴിൽ, ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർ, വളർച്ച ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. ജോലി ഉണ്ടാകുമ്പോൾ നമ്മളൊരു പുരോഗതി ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ജോബ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ സംബന്ധിച്ച് നോക്കുമ്പം ഈ ഒരു വർഷത്തെ പുരോഗതിയൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് വ്യാഴം രാശി മാറുന്നുണ്ട്.
നമുക്ക് ഈ ഒരു വർഷത്തെ ആരംഭത്തിൽ നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. വർഷം തുടങ്ങുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതം കിട്ടാൻ സാധ്യത, ഒരു ബൂസ്റ്റിംഗ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ പയ്യെ പയ്യെ അതെന്താണ് ഒന്ന് ബൂസ്റ്റായി നല്ല ഡെവലപ്പായിട്ട് കയറി വരുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ജോബിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വന്നില്ലെങ്കിൽ പോലും ജോബ് കിട്ടാനുള്ള സാധ്യതയൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ യോഗമുള്ള സമയം തന്നെയാണ് കേട്ടോ. അടുത്ത് നമുക്ക് കുടുംബ സംബന്ധമായിട്ട് നോക്കാം. കുടുംബ സംബന്ധമായിട്ട് നോക്കിക്കഴിയുമ്പം കല്യാണമൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പങ്കാളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും ഇതെന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഓവർ എക്സ്പെക്ടേഷൻ ജനിക്കാൻ സാധ്യതയുണ്ട്. സോ അത് മനസ്സിലാക്കുക, ഓവർ എക്സ്പെക്ടേഷൻ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഓവർ എക്സ്പെക്ടേഷൻ എപ്പോഴും നിരാശയിൽ അവസാനിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ ഓവർ എക്സ്പെക്ടേഷൻ കുറയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഭാര്യയും ഭർത്താവുമായിട്ട് എന്തെങ്കിലുമൊക്കെ എന്താണ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മാറി പോകുന്നതൊക്കെ ഒന്ന് നല്ലതായിരിക്കും, ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, ഇനി അത് നമ്മൾ ഒത്തിരി വലുതാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ പ്രശ്ന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് ഈ ഒരു വർഷം നല്ലതെന്ന് പറയുന്നത്. വിവാഹത്തിനൊക്കെ പരിശ്രമിക്കുന്നവരല്ലേ, വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് നമുക്കൊരു വർഷമാണല്ലേ, ഒരു വർഷമാകുമ്പോൾ വിവാഹം ചിന്തിക്കാത്തവരുണ്ടാവില്ല. ഒരു രാശിയിലെ ലഗ്നത്തിലായാലും ഉറപ്പായിട്ടും വിവാഹം ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യം? നമുക്ക് തുടക്ക മാസങ്ങളിലൊന്നും നമുക്ക് അത്ര അങ്ങ് വർക്കായി വന്നെന്ന് വരില്ല. പക്ഷെ ഒരു നവംബറോടൊക്കെ അടുപ്പിച്ച, അതായത് ഒത്തിരി വർഷം ഇതാണോ, പക്ഷെ നോർമലി നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിലേക്ക് പോകും. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്താണ് മന്ത്ലി പ്രിഡിക്ഷൻസ് വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അക്യുറേറ്റ് ആയിട്ട് പറയാം. ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നവംബറിലേക്കൊക്കെ നല്ല റിസൾട്ട് തരുന്നൊരു ടൈമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതേപോലെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രണയികൾക്ക് അല്ലേ, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലുള്ളതാണ് പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രണയം വിവാഹത്തിലേക്ക് മാറ്റാൻ നിൽക്കുന്നവർക്ക് ഈ ഒരു ടൈം എന്ന്, അതായത് ഈ ഒരു വർഷം എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നം ഏറിയത് തന്നെയായിരിക്കും. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഒത്തിരി പരിശ്രമിച്ച് മാത്രമേ നമുക്കതിലോട്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാം. അതുപോലെ സ്ത്രീകളുടെ ഫലം എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നോർമലി ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കാൻ സമയം കിട്ടാത്തൊരു വർഷമായിരിക്കും ഈ 2026 എന്ന് പറയുന്ന സ്ത്രീകൾക്ക് സംബന്ധിച്ചുള്ള മേടരാശിക്കാർക്കും മേടലഗ്നക്കാർക്കും എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ പങ്കാളിൽ നിന്ന് ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. മനസ്സിന് എപ്പോഴും ഒരു അസ്വസ്ഥത നിറഞ്ഞൊരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ മനസ്സിനൊരു സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയൊക്കെ ഈ 2027 അനുഭവപ്പെടാൻ സാധ്യതയുള്ള ടൈം തന്നെയാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചസ് ഉണ്ടാകുന്ന വർഷമാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ആ ചാലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാകുക, അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എടുക്കുക. സോ ഒരു പരീക്ഷയുണ്ട്, ഒരു മത്സര പരീക്ഷയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എവിടെയും നല്ല രീതിയിൽ കോളേജിൽ പോകാൻ വേണ്ടി അവിടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവിടെ ഒരു എക്സാം ചെയ്യാൻ വേണ്ടി നിൽക്കുക, അതൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, മാക്സിമം പ്രിപ്പയർ ചെയ്യുക. കാരണം ചലഞ്ചിങ് മന്ത് വരുമ്പോൾ അല്ല ചലഞ്ചിങ് ഇയേഴ്സ് വരുമ്പം നന്നായി വർക്കൗട്ട് ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരും. ഓക്കെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചാലഞ്ചസ് വരുന്നത് നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ മനസ്സിലാക്കാം. ഒരു പരീക്ഷണത്തിലൂടെയാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തുന്നത്. സോ ആ ഒരു കാലം നിങ്ങൾ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അടുത്ത ആരോഗ്യ സംബന്ധമായി, കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് അല്ലേ. അപ്പം ആരോഗ്യം എങ്ങനെ ഉണ്ടാവും നോക്കാം. ആരോഗ്യ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 12ലാണ് ശനി നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർഷക്കാലം നമ്മൾ ചെയ്യുമ്പോൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. യാത്രകളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും. പക്ഷേ നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള ഇതായിരിക്കില്ല. നമുക്ക് ചില സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത യാത്രകളായിരിക്കും. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക. ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ടൈമായിരിക്കും എന്ന് പറയുന്നത്. ആരോഗ്യ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വർഷത്തിൽ നമ്മൾ നല്ല രീതിയിൽ ആരോഗ്യത്തിന് പ്ലാൻ ചെയ്യുക, നല്ല രീതിയിൽ ആരോഗ്യം ശ്രദ്ധിച്ചതിന് ചെയ്യുക. എന്നോർത്ത് നാളെ പോയി ഞാൻ ജിമ്മിൽ ചേർന്നേക്കാം, ചെയ്യാത്ത ഒരു കാര്യം പെട്ടെന്ന് നമ്മൾ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നല്ല സർട്ടിഫൈഡ് ആയിട്ടും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനറിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത് വലിയ ഭാരങ്ങളൊന്നും ആദ്യമേ എടുക്കാതെ നല്ല രീതിയിൽ ആരോഗ്യം, ഞാൻ പറയുമെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നില്ല, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് സ്പിരിച്വലിയും കുറച്ചുകൂടി ഡെവലപ്പ് ആവും. നമുക്ക് എല്ലാ ബോഡിക്കും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം പുതിയതായിട്ടൊരു കാര്യം പെട്ടെന്ന് ആരോഗ്യ സംബന്ധമായ കാര്യം ചെയ്ത് നമുക്ക് വേറെ അസുഖങ്ങൾ വരുത്താതെ അത് ശ്രദ്ധിച്ച് ചെയ്തു പോവുക. അടുത്തത് പോകുന്നത് മോശമാണല്ല, നല്ലതാണ് തന്നെയാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ട് പോകണം, കൃത്യമായിട്ട് ഗൈഡൻസ് തന്നെ അത് പോകണം. ഓക്കെ, അല്ലാതെ നമ്മുടെ കുറച്ച് യൂട്യൂബിൽ കണ്ട കുറച്ച് ട്രെയിനിങ് ടിപ്സൊക്കെ വെച്ച് നമ്മൾ പോയി സ്വയമായിട്ട് ജിമ്മിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കില്ല. ട്രെയിനർ പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അടുത്ത മുതിർന്നവർ, ഒരു 50 വയസ്സ് 55 വയസ്സ് മുതിർന്നവരെ ചിന്തിച്ച് നോക്കിക്കഴിയുമ്പം ഈ ഒരു വർഷം എന്ന് വെച്ചാൽ നമുക്ക് വലിയ പരിശ്രമത്തിലേക്കൊന്നും പോകാതിരിക്കുന്നത് നല്ലത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ജീവിതത്തിലെങ്കിൽ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പൊക്കോട്ടെ. നമുക്ക് അങ്ങനെ പോകാമെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല, വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട ഈ ഒരു വർഷം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുക കേട്ടോ. ഇടവരാശി അല്ലേ, ഇടവരാശിക്കാർക്ക് മാത്രമല്ല ഇടവ ലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞു. ഇടവരാശി എന്ന് പറയുമ്പോൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകേര, മര അടങ്ങുന്ന
രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവ രാശി എന്ന് പറയും അല്ലേ. ഇടവ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, സാമ്പത്തികമായിട്ട് ചിന്തിക്കാം അല്ലേ. ഇത് നോർമലി ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ തൊഴിൽ സംബന്ധമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണ് അല്ലെ, തൊഴിലൊക്കെ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു വർഷം തൊഴിൽ ലഭിക്കാനുള്ള യോഗം ഈ 2026 നമുക്ക് പറയാവുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ജോലിയിൽ കയറാൻ നോക്കുക. നമുക്കൊരു ജോബ് കിട്ടി, ഒരു ഓഫർ വന്നു, നമുക്ക് അതിൽ കയറാൻ നോക്കുക. അതിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അടുത്തതിന് പരിശ്രമിക്കാം. വരുന്ന ജോലി തള്ളിക്കളഞ്ഞുകൊണ്ട് അടുത്തതിലേക്ക് പോകാൻ നിൽക്കേണ്ട, വരുന്ന ജോലിയിൽ കയറാൻ നോക്കുക. കയറി നമുക്ക് അതിൽ നിന്നുകൊണ്ട് അടുത്ത ജോലി നമ്മൾ പരിശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ജോലിയിൽ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം നടക്കാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു മാറ്റമൊക്കെ ജോലിയിൽ നമുക്ക് ഉണ്ടാക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി ചിന്തിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലേക്ക് ചിന്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനൊക്കെ അനുകൂലമായൊരു വർഷം തന്നെയാണ് ഈ 2026 എന്ന് പറയുന്നത്. ബിസിനസ്സിനൊക്കെ നന്നായി പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന വർഷം, ബിസിനസ് എക്സ്പാൻഷനൊക്കെ നടക്കുന്ന വർഷമായിരിക്കും എന്ന് പറയുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു സമയമാണ് ഈ 2026 എന്ന് പറയുന്നത്. ചിലവുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലവുകൾ ഉണ്ടാവും, പക്ഷെ അത് കൂടുതലുമായിട്ട് നല്ല ചിലവുകൾ വരാനുള്ള ചാൻസ് കൂടുതൽ. അതായത് എന്തെങ്കിലും സ്ഥലം വാങ്ങുക, അല്ലെങ്കിൽ സുഹൃത്തിനെ സഹായിക്കുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുക, നല്ല രീതിയിൽ ഡൊണേഷൻ, ക്ഷേത്രങ്ങളിൽ അന്നദാനം നൽകുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള യോഗമാണ് കാണുന്നതെന്ന് പറയുന്ന ചിലവുകൾ നടക്കുകയെങ്കിലും ശുഭ ചിലവുകൾ ഉണ്ടാവുകയാണ് ഉള്ള ചാൻസ് എന്ന് പറയുന്നത്. അവിടെ നെഗറ്റീവ് ചിലവുകൾ കുറവായിരിക്കും നോർമലി. പിന്നെ ഒരു വർഷമാണല്ലോ, അതിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാകും. ബട്ട് എന്നാലും നിങ്ങൾക്ക് കൂടുതലായിട്ടും നല്ല ചിലവുകൾ ഉണ്ടാവാനാണ് ഈ ഒരു വർഷത്തിൽ പോസിബിലിറ്റി കൂടുതലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വളർച്ചയുടെ വർഷമാണ് നമുക്ക് പറയാം, ഈ ഒരു വർഷത്തെ നമുക്ക് പറയാവുന്നതാണ്. നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകും. ജോലിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു വർഷമായിരിക്കും. 11 യോഗാനം നിൽക്കുന്ന സമയമാണിതെന്ന് പറയുന്നത്. നമുക്ക് യാത്രകളൊക്കെ അനുകൂലമായി വരിക, ബിസിനസ് സംബന്ധമായിട്ടുള്ള യാത്രകൾ നമുക്ക് അനുകൂലമാകും, ജോലി സംബന്ധമായ യാത്രകൾ ഉണ്ടാകാം, അത് അനുകൂലമായി മാറാനുള്ള യോഗമൊക്കെ പറയാവുന്നൊരു വർഷമാണ് 2026 എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇനി കുടുംബ സംബന്ധമായിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ ഫാമിലി ലൈഫ് അല്ലേ, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ, കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പണമുണ്ട്, ആരോഗ്യമുണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും കുടുംബ സ്വസ്ഥതയല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഇപ്പം പ്രശ്നങ്ങളായിരിക്കും അല്ലേ. നമ്മുടെ മനസ്സൊരിക്കലും ശാന്തി ആവില്ല. മനസ്സ് സ്വസ്ഥമാവണമെങ്കിൽ എന്തുണ്ടാവണം, മറ്റുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ. എന്നാലും ഏറ്റവും പ്രധാനമായിട്ട് കുടുംബം സമാധാനമായിട്ട് നിൽക്കണം അല്ലേ. കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും സ്വസ്ഥത എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണാത്തൊരു വർഷമാണ് 2026 എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് തന്നെ സ്വയം പരിശ്രമിച്ച് നോക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വർഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന്, പൂർണ്ണമായിട്ടുണ്ടാവില്ല. ഒരു കുടുംബമാകുമ്പോൾ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും അല്ലേ, സോ നോർമലിയാണ്. ബട്ട് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ 3 വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ഈ 2026 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ചാൻസ് ഉള്ള സമയമാണ്. ഡൈവോഴ്സ് ആയോ അല്ലെങ്കിൽ പ്രിയാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാവുന്ന ഒരു വർഷമാണ്. ഡൈവോഴ്സ് ആയവർക്ക്, പുതിയ പങ്കാളി അന്വേഷിക്കുന്നവർക്ക് കിട്ടാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ വിവാഹത്തിന് അന്വേഷിക്കുന്നവർക്ക് വിവാഹം നടക്കാൻ യോഗമുള്ള വർഷമാണ് 2026 എന്ന് പറയുന്നത്. അതേപോലെ പ്രണയം ആണ്, അതൊന്ന് വീട്ടിൽ പറഞ്ഞ് ഒന്ന് മാരേജിലേക്കൊക്കെ ആക്കാൻ ശ്രമിച്ചോട്ടെ ഈ ഒരു വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശ്രമിക്കാവുന്ന വർഷം തന്നെയാണ്. അനുകൂലമാണ്. പ്രണയ ജീവിതമൊക്കെ മാറി നിന്നത് കുടുംബജീവിതമായി മാറാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കുടുംബമായി മാറാനൊക്കെ യോഗമുള്ള വർഷം തന്നെയാണ്. സോ ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പരിശ്രമിക്കുക. കാരണം നമ്മൾ പരിശ്രമമാണ്. നമ്മുടെ പരിശ്രമം ഇല്ലാതെ എന്തൊക്കെ ഫലങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല അല്ലേ. അപ്പം നല്ല ഫലങ്ങൾ വരുമ്പോൾ നല്ല രീതിയിൽ പരിശ്രമിക്കുക. അപ്പം നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് പുതിയ ആളുകളെയൊക്കെ ആയിട്ട് ബന്ധം, പുതിയ സുഹൃത്തുക്കളെ, പുതിയ നല്ല കൂട്ടുകെട്ടുകൾ, പുതിയ ജീവിത പങ്കാളിയെങ്കിൽ അങ്ങനെ, അതായത് ഡൈവേഴ്സ് ആയവർക്ക് പുതിയ പങ്കാളി അന്വേഷിക്കുക, അങ്ങനെ വിവാഹം അന്വേഷിക്കുന്നവർക്ക് പുതിയ പങ്കാളിയെ കിട്ടുക, നല്ല പങ്കാളിയെ കിട്ടുക, അതിനൊക്കെ യോഗം കാണാവുന്ന വർഷം തന്നെയാണ്. ഇനി സ്ത്രീകളുടെ ഫലം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു വർഷം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളൊരാൾ സപ്പോർട്ട് ചെയ്യുന്നു, നമുക്കൊരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ നിങ്ങൾക്ക് പരിശ്രമിക്കാവുന്നതാണ്. ചെറിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാവുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അനുകൂലമായ ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാൻ യോഗം കിട്ടുന്ന സമയമാണ്. സോ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, മോശ കാര്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, പക്ഷേ എന്നിരുന്നാലും കൂടുതലായിട്ടുള്ള ചാൻസ് നല്ലതുണ്ടാവാനാണ്. സോ ആ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് കാണുന്നവർക്കും ഒരു സന്തോഷമാവും, നമുക്കും പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. അതുപോലെ യാത്രകളൊക്കെ ചെയ്യാൻ യോഗം കാണുന്നൊരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഇത്ര നാളും വീട്ടിൽ തന്നെ ഒതുങ്ങി, അല്ലെങ്കിൽ വീട്, ഓഫീസ്,
എന്താണ് ഭർത്താവ്, മക്കൾ, അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള ഇതിൽ പോയെങ്കിൽ ഈ വർഷം കുറച്ചുകൂടി യാത്രകളൊക്കെ ചെയ്യാനും കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ യോഗം കാണുന്ന സമയമാണ് സ്ത്രീകളെ സംബന്ധിച്ചോളം ഈ 2026 എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യം നോക്കുന്ന മുമ്പ് നമുക്ക് കുട്ടികളുടെ കാര്യം നോക്കാം അല്ലേ. കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പം നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് തന്നെ. സോ 2026 ഇടവരാശിക്കാരുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ മക്കൾക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു വർഷം തന്നെയാണ്. പക്ഷേ എന്താണ്, അവരുടെ പരിശ്രമം ഭയങ്കരമായിട്ട് ആവശ്യമാണ്. അവർ കൃത്യമായിട്ടാണ് സിൻസിയറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് തരുന്നൊരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. സോ മാക്സിമം എഫർട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ ഇടുക കേട്ടോ. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പ്രഷർ കൊടുത്ത് ചെയ്യിപ്പിക്കാനല്ല, ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. മറ്റൊരാൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് കൊടുത്ത് ആർക്കും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. സ്വന്തമായിട്ട് തീരുമാനിച്ച് മാറിയാൽ മാത്രമേ ജീവിതം മാറുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കല്ല് കുടിക്കുക, ആൽക്കഹോളിക്, സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല. സ്വന്തമായിട്ട് തീരുമാനിച്ചാൽ സുഖമായിട്ട് മാറ്റാവുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, മറ്റു രീതി കൈവശം അങ്ങനത്തെ രീതിയൊന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് സ്വന്തം മൈൻഡ് സെറ്റോടെ മാറ്റാവുന്നതാണ്. അല്ലാതെ വേറെ ആര് പറഞ്ഞാലും അവർ മാറ്റൂല, അവർ വീണ്ടും വീണ്ടും അതിലോട്ട് തന്നെ പോകും. ടെൻഡൻസി ആയിട്ട് അവർ ചിന്തിക്കും. പക്ഷെ മാറണം ആഗ്രഹിക്കുന്നവർക്ക് സുഖമായിട്ട് മാറും. അല്ലാതെ മാറാത്ത വസ്തുവൊന്നുമല്ല. എത്ര വലിയ അഡിഷൻ ആയാലും നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ മാറണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും അല്ലേ. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളത് പഠന കാര്യങ്ങൾക്ക് കൂടുതൽ എഫർട്ട് ഇടുക. നമുക്ക് ഇടുന്ന എഫേർട്ടിന് കൃത്യമായിട്ട് റിസൾട്ട് തരുന്ന വർഷമാണ് മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 11ലാണ് ശനി എന്ന് പറയുന്നത്. അതുപോലെ വ്യാഴം നമുക്ക് 3, 2, 4 ഭാവങ്ങളിലേക്ക് വരുന്നുണ്ട്. അതേപോലെ ബുധനെ സംബന്ധിച്ച് ഏകദേശം 9 മാസത്തോളം നമുക്ക് അനുകൂലമായിട്ട് ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഒരു വണ്ടർഫുൾ ഇയറാണ് 2026 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പം. സോ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പോയി പഠിക്കുക, എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് പഠിക്കുക. അതുപോലെ തന്നെ ആ കോഴ്സിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജ് നമുക്ക് ഭയങ്കരമായിട്ട് താല്പര്യമുണ്ട്, പോയി അത് ചേരുക. നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെ ആനന്ദം എന്താണോ, ഏത് കോഴ്സ് പഠിക്കുന്നതാണോ നമ്മുടെ ഇഷ്ടം, നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സൊന്നും നമ്മൾ ചേർന്ന് ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് പഠിച്ചെടുത്താലും തന്നെ അതൊരു അസ്വസ്ഥതയായിരിക്കും. അല്ലെങ്കിൽ നമുക്കതൊരു പൂർത്തീകരിക്കാൻ തോന്നാത്ത മനസ്സ്, അല്ലെങ്കിൽ പൂർത്തീകരിച്ച് തന്നെ നമുക്ക് ആനന്ദമായിട്ട് ജോബ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്കിഷ്ടമുള്ള എന്താണോ ആ കോഴ്സ് നമ്മൾ പഠിക്കുക, നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങളിടുന്ന എഫർട്ടിന് കൃത്യമായിട്ട് റിസൾട്ട് തരുന്ന സമയം തന്നെയാണ്. അടുത്ത് നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് ചിന്തിക്കാം. ആരോഗ്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം 4ലാണ് കേന്ദ്ര നിൽക്കുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ചെറിയ ചെറിയ വേദനകൾ, വായു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കൃത്യമായ വൈദ്യപരിശോധനയോടെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ വർഷം പറയാനില്ല. അടുത്തൊരു 55-60 വയസ്സ് മുകളിലേക്ക് സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് പൊതുവെ ഒരു അനുകൂല ഫലത്തെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു വർഷമാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചൊരു കൺസൾട്ടിംഗ് സർവീസ് തുടങ്ങാം. പുതിയൊരു വിദ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് യാത്ര പോവാം. നല്ല സമയമാണ്, ഗുഡ് ടൈമാണ് കേട്ടോ. പൊതുവെ ഇടവരാശിയെ സംബന്ധിച്ച് ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമാണ്. അതിനനുസരിച്ച് ഇടവരാശിക്കാരെല്ലാവരും പ്ലാൻ ചെയ്യുക, അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ചെയ്യുക കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മിഥുനരാശി, മകേരമര, തിരുവാതിര, പുണർദം, മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് മിഥുനരാശി എന്ന് പറയാം അല്ലേ. ഇപ്പം മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു വർഷക്കാലം 2026 നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മ വെക്കേണ്ടത് എന്നാണ് അത് നോക്കുന്നത് അല്ലേ. അപ്പം മിഥുനരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ബുധനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ 8 മാസത്തോളം നമുക്ക് അനുകൂലമായ സാഹചര്യത്തിലൂടെയാണ് ബുധൻ കടന്നു പോകുന്നത്. ശനി സംഭവിച്ച് നോക്കുമ്പോൾ 10ാം ഭാവത്തിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളൊക്കെ തരാൻ പ്രദാനം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന സമയമാണ്. വ്യാഴത്തെ സംബന്ധിച്ച് 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അതിന് റിസൾട്ട് തരുന്ന സമയമായിരിക്കും ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ, ബിസിനസ്, സാമ്പത്തിക അവസ്ഥയൊക്കെ ചിന്തിച്ച് കഴിയുമ്പം തൊഴിൽ അന്വേഷിക്കുകയാണ്. നമുക്കൊരു തൊഴിലില്ല, തൊഴിൽ അന്വേഷണം നമ്മൾ നടക്കുകയാണെങ്കിൽ ഈ സമയത്ത് അതായത് ഈ വർഷത്തിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ തൊഴിലൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണിതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം കറണ്ടിൽ ഒരു തൊഴിലുണ്ട്, ജോലിയിൽ നിൽക്കുകയാണ്. ആ കാര്യത്തിൽ എന്താണ് ഫലം ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിൽ നിൽക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടുകയാണ്, തൊഴിലിൽ നേട്ടം, വിജയങ്ങളൊക്കെ കൈവരിക്കുകയാണ്. നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടുണ്ടെങ്കിൽ അല്ലേ 2025 ഒക്കെ സമയത്തൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ 2026 കടന്നപ്പം എന്താണ് അതൊക്കെ മാറാൻ യോഗമുള്ള സമയമാണ് ഇതെന്ന് പറയുന്നത്. സൊല്യൂഷൻ കിട്ടുന്ന സമയമായിരിക്കും ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള റോളിലേക്ക് അല്ലെങ്കിൽ ജോബ് പൊസിഷനിലേക്കൊക്കെ നമ്മൾ നീങ്ങാനുള്ള യോഗമുള്ള സമയമാണ്.
ബിസിനസ്സുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബിസിനസ് കാര്യങ്ങളിലൊക്കെ വർധനവ്, ബിസിനസ്സിലൊരു പുരോഗതി, ബിസിനസ്സിന് എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിക്കാവുന്ന സമയമാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അനുകൂല അവസ്ഥയെ പ്രദാനം ചെയ്യുന്നൊരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. സാമ്പത്തിക അവസ്ഥ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വരുമാന സ്രോതസ്സൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജോബൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും ഈ ഒരു ടൈമിൽ ജോബ് കിട്ടാൻ അന്വേഷിച്ചിറങ്ങി കഴിഞ്ഞാൽ കിട്ടും. ചുമ്മാ കൈ കിട്ടിയിരുന്നാൽ ജോബ് കിട്ടുന്നില്ല. നമ്മുടെ പരിശ്രമമാണ് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നതെന്ന് പറയുന്നത്. നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഈശ്വരനും ഭാഗ്യം കൂടി വരുമ്പോൾ നമുക്ക് എന്താണ്, അത് നമുക്ക് ലക്കായിട്ട് നമുക്ക് ചേർന്നതായിട്ട് വരും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് പ്രതിഫലമായിട്ട് നമുക്കത് എന്താണ് അനുകൂലമല്ലാത്ത അവസ്ഥയിൽ അത് പരിഗണിക്കുക. നമുക്ക് എത്ര നല്ല ഫലമാണെങ്കിലും നമ്മുടെ പരിശ്രമം ഇല്ലെങ്കിൽ ഓക്കെ മനസ്സിലാക്കുക. അടുത്ത് നമ്മുടെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ട് ചിന്തിച്ച് കഴിയുമ്പം നമുക്ക് വിവാഹമൊക്കെ ചിന്തിക്കുമ്പോൾ വിവാഹ ജീവിത സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണാത്ത സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പൊതുവെ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന സമയം തന്നെയാണ്. അനാവശ്യമായ പ്രശ്നങ്ങളൊന്നും ഈ ഒരു വർഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും അല്ലേ. ഒരു കുടുംബം ആകുമ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് രസമുള്ളൂ അല്ലേ. അതായത് എപ്പോഴും സന്തോഷമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഇതാക്കി പോകുന്നത് വെച്ചാൽ നമ്മൾ അഭിനയിക്കുകയായിരിക്കും. അപ്പം അങ്ങനെ അഭിനയിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് അങ്ങനെ പോകാം. എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഉണ്ടാവും. ഇതല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല കേട്ടോ. അതേപോലെ തന്നെ മുമ്പിൽ നമുക്ക് 2025 വരെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഡൈവോഴ്സ് കേസുകൾ അങ്ങനെയൊക്കെ നടക്കുവാണ്, എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും. അതിനൊരു തീർപ്പ് നമുക്ക് ഈ ഒരു വർഷത്തിൽ 2026 ഒപ്പിക്കാൻ സാധിക്കും. അതായത് ഒന്നുകിൽ ഡൈവേഴ്സ് ആവാം, അതല്ലെങ്കിൽ നമുക്കത് ഇണങ്ങി പോകാൻ പറ്റുന്ന സാഹചര്യമായിരിക്കും മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ഈ 2026 എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത പ്രണയത്തിലുള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് അത് വീട്ടിൽ പറയാമെന്ന്, അതായത് വ്യാഴം 2-ലേക്കൊക്കെ വരുമ്പം വീട്ടിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പ്രണയ കാര്യങ്ങളൊക്കെ അത് വിവാഹത്തിലേക്കൊക്കെ മാറാൻ കൺവേർട്ട് ആക്കാൻ പറ്റുന്ന സമയം തന്നെയാണ്. അത് പ്രണയ ജീവിതത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രണയമായിട്ട് നടക്കുന്ന ആളുകൾക്ക് അത് കൂടുതലായിട്ട് ഒരു അനുകൂല അവസ്ഥ നൽകുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമായി കാണുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴിവുകളൊക്കെ പുറത്തു വരുന്ന സമയമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. നന്നായി വർക്ക് ചെയ്യാൻ, നന്നായി അധ്വാനിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യത്തിൻ്റെ പിറകിൽ പോകാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. 10 ശനി വരുന്ന സമയമാണ്. സോ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പരിശ്രമങ്ങൾ നടത്താനും നമുക്ക് നല്ല രീതിയിൽ കുറച്ച് അധ്വാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് തരുന്ന ഒരു ടൈം തന്നെയാണ് ഈ 2026 എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു കാര്യത്തിൽ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്, മുമ്പോട്ട് പോയൊരു സ്റ്റക്ക് പോയിന്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു അഡ്വൈസ് എടുക്കുക. അത് എന്ത് റിലേറ്റഡ് ആണ്, നിങ്ങൾക്കൊരു കോഴ്സ് ചേരാനാണോ അഡ്വൈസ് എടുക്കുക, നിങ്ങൾക്കൊരു കോളേജിൽ ചേരാനാണോ അഡ്വൈസ് എടുക്കുക, നിങ്ങൾക്ക് ഏത് സംഭവത്തിലാണ് നിങ്ങളൊരു സ്റ്റക്കായി നിൽക്കുന്നത് അതിനൊരു അഡ്വൈസ് എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക. അവിടെ സ്റ്റക്ക് ഓൺ ആയി നിൽക്കാതെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോവുക. വലിയ പ്രശ്നങ്ങളില്ലാതെ അനുകൂലമായ വർഷമാണ്. നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അനുകൂലമായ ഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യും കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അടുത്ത് നമ്മുടെ ആരോഗ്യ സംബന്ധം ചിന്തിക്കുമ്പോൾ 4-ാം ഭാവം നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, കെയറാണ്. 8-ാം ഭാവം ചിന്തിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 10-ലെ ശനി നമുക്ക് ചെറിയ തരത്തിലുള്ള ക്ഷീണങ്ങൾ, തളർച്ചകൾ, യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കംഫോർട്ട് കുറവുകൾ, ചിലപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ടുള്ളൊരു റൂം കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ആ റൂമിൽ തന്നെ നമുക്കൊരു കൊതുകിൻ്റെ ശല്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ചൂട്, ചിലപ്പോൾ നമ്മൾ AC റൂം എടുക്കാനായിരിക്കും പോകുന്നത്, ചിലപ്പോൾ നമുക്ക് AC റൂം കിട്ടൂല. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു റൂം നോക്കി പോകുമ്പോൾ നമുക്ക് ചിലപ്പം നമുക്ക് റൂം കിട്ടാത്ത അവസ്ഥ, ബുക്ക് ചെയ്യുമ്പോഴാലും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് വരും. അതായത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു കംഫോർട്ട് ഉണ്ടാവുള്ളൂ. നമ്മുടെ കംഫോർട്ട് ഏത് തരത്തിലാണ് അത് നമുക്ക് പൂർണ്ണമായിട്ട് വരാത്തൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത യാത്രകളിലൊക്കെ ഉണ്ടാവാണ്ട്, അല്ലാതെ വലിയ രോഗാവസ്ഥകളൊന്നും കാണാത്തൊരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടാത്ത വരിക, അത് നമുക്ക് കംഫോർട്ട് കിട്ടാത്തൊരു സമയമാണ്. നമുക്ക് ചിലപ്പം കൃത്യസമയത്ത് നമുക്ക് യാത്ര പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ടോയ്ലറ്റോ ബാത്റൂമോ ഒന്നും കാണാത്ത അവസ്ഥ, അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്ക് കംഫോർട്ട് പോകുന്ന അതൊക്കെ എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ പോവുക. നമ്മൾ ഡ്രൈവർ വെച്ച് പോയെങ്കിൽ ഡ്രൈവർ ചിലപ്പോൾ റാഷ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റാതെ നമ്മുടെ കംഫോർട്ട് യാത്ര ചെയ്യുമ്പോൾ കംഫോർട്ടിന് ബാധിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കൂടുതലായിട്ട്. രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്കാണെങ്കിൽ അത് കുറയാനൊക്കെ രോഗം കാണുന്ന വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് മുതിർന്നൊരു 55-60 വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്നത് നമുക്കൊരു ജോബിന് പോകണം അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്കിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ്. നമുക്കറിയാം മിഥുനം എന്ന് പറയുന്ന നമുക്ക് വേഗതയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പെട്ടെന്ന്. അപ്പം ചുമ്മാ ഇരിക്കാനൊക്കെ മടിയുള്ളവരായിരിക്കും. സോ നിങ്ങൾക്കൊരു ജോബ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, ശ്രമിക്കാവുന്നതാണ്. ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. നിങ്ങൾക്ക്
എന്ത് എക്സ്പീരിയൻസ് ആണോ ഉള്ളത് അത് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുകൂലമായ വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷത്തിന് സെക്കൻഡ് ഹാഫ് മുതൽ കുറച്ചുകൂടി കംഫോർട്ടായിട്ട് നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. കാരണം നമുക്ക് എന്താണ് വ്യാഴം 2ലേക്ക് വന്നു കഴിയുമ്പം, അതായത് ജൂൺ മാസത്തിലൂടെ നമുക്ക് എന്താണ് കുറച്ചുകൂടി അനുകൂലമായ ഫലത്തേക്ക് പ്രദാനം ചെയ്യും കേട്ടോ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് മിഥുനരാശിക്കാരുടെ ഫലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മിഥുനരാശിക്ക് മാത്രം മിഥുനലഗ്നത്തിലും കാണാവുന്ന വീഡിയോ ആണ് കേട്ടോ. കർക്കിടക രാശി അല്ലേ, കർക്കിടക രാശിക്കാർക്ക് മാത്രമല്ല കേട്ടോ, കർക്കിടക ലഗ്നക്കാർക്കാണ്. കർക്കിടക രാശി എന്ന് പറയുമ്പോൾ പുണർദം കാല് പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എങ്ങനെയാണ് ഈ 2026 നിൽക്കാൻ നമുക്ക് നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, സാമ്പത്തികമായ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ തന്നെ തൊഴിലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ജോബില്ല, അപ്പം കഴിഞ്ഞ വർഷങ്ങളൊന്നും ജോബില്ലായിരുന്നു, അല്ലെങ്കിൽ ഉള്ള ജോബ് നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, ഇപ്പോൾ പുതിയ ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ജോബ് തന്നെ കിട്ടുന്ന നിർബന്ധമില്ല, നിങ്ങൾക്ക് ജോബ് കിട്ടും. ഓക്കെ, അതിൽ കയറുക. ഓക്കെ, അതിൽ കയറാതിരിക്കേണ്ട, അതിൽ കയറുക. ഓക്കെ, ഇപ്പോൾ ഒരു ജോബ് ഉള്ളവരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അത് റിസൈൻ ചെയ്യാനോ അത് മാറാനൊന്നും നിൽക്കണ്ട, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, മച്ച് ബെറ്റർ ആയിരിക്കും. 2025 വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്ററൊക്കെ ആയിരിക്കും. എന്നിരുന്നാലും പൂർണ്ണമായിട്ട് നമുക്ക് അത്രയും നല്ലതായിട്ട് 2026 കർക്കിടക രാശിക്കാർക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമുക്ക് ഈ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ബിസിനസ് പുരോഗമിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർഷം അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന അത്ര അനുകൂലമല്ല. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, നിങ്ങൾ അതല്ല ബിസിനസ് വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ തേടുക. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് എടുക്കാതെ ഇൻവെസ്റ്റേഴ്സിനെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ നോക്കുക. അത് ചുമ്മാ ഇരുന്നാൽ കിട്ടില്ല, നമ്മൾ അന്വേഷിക്കണം, അതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റുകളൊക്കെ സെറ്റാക്കി നമ്മൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്ത് കിടക്കണം. ബട്ട് അങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പുറത്തുനിന്ന് വെച്ചാൽ എനിക്ക് പുറത്തുനിന്നല്ല, നിങ്ങളല്ലാതെ വേറൊരാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അതൊക്കെ ചെയ്യുക. അവർ വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഐഡിയാസ് അവർക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം നിങ്ങളുടെ എനർജി മാത്രമല്ല അവരുടെ എനർജി ഉണ്ടാവും. സോ അതും നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. സോ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ സംബന്ധമായിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം മിനിമലാക്കി ഈ തവണ വർഷം ബിസിനസ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. വലിയൊരു ഫണ്ടിലേക്ക് നിങ്ങൾ പോകുള്ളൂ. പിന്നെ എന്താണ്, നമ്മുടെ ജാതകത്തിൽ നമുക്ക് അനുകൂലമായ ഫലങ്ങളാണ്, ജാതകത്തിൽ നമുക്ക് അനുകൂലമാണ്, ഇപ്പോൾ ദശ അനുകൂലമായിട്ടൊക്കെ നടക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇറങ്ങാം. അതല്ല ഗോചരം മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ര ബിസിനസ്സിന് അത്ര പുരോഗതി നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിന് അങ്ങനെയൊരു ടൈമിംഗ് ചിന്തിച്ച് നോക്കുക, കണ്ടു നോക്കുക. അവർക്കും വലിയ പ്രശ്നങ്ങളില്ല, നിങ്ങളുടെ ജാതകത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്താണ്, ജാതകത്തിൽ മോശം സമയമാണ്, ഇപ്പോൾ ദശയും നമുക്ക് അനുകൂലമല്ല, അങ്ങനെ സാഹചര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ടേക്ക് കെയർ ചെയ്ത് തന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരുമാന കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായാലും നമുക്ക് വലിയൊരു വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങ് തട്ടിയും മുട്ടിയൊക്കെ പോകുന്ന രീതിയിലാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം നമ്മുടെ ജന്മത്തിലേക്ക് വരുമ്പോൾ, അതായത് 1ാം ഭാവത്തിൽ കർക്കിടക രാശിയിലേക്ക് വരുമ്പം നമുക്കൊരു ആത്മവിശ്വാസത്തെ തരും, നമുക്കൊരു കോൺഫിഡൻസിനെ തരും നമുക്ക്. ഓക്കെ, ആ ഒരു ധൈര്യം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നിരുന്നാലും വലിയ റിസ്ക് കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അത് ജോബിലായാലും അത് ബിസിനസ്സിലായാലും തൊഴിൽ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിലും വലിയ ഇൻവെസ്റ്റ് അല്ലെങ്കിൽ വലിയ എന്താണ് റിസ്ക് കാര്യങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുക. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ആത്മവിശ്വാസം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ എടുത്ത് ചാടിയിട്ട് കാര്യമില്ല. കൃത്യമാക്കാം വ്യാഴം വരുമ്പോൾ നമുക്ക് അങ്ങനെ എടുത്തിയായിട്ടും ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും എന്താണ്, നമ്മളൊരു ശ്രദ്ധയോടെ ഇരിക്കുക. നമുക്ക് 2ൽ കേതുകൊണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അടുത്ത കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡായി ചിന്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ 2ാം ഭാവത്തിൽ കേന്ദ്ര നിൽക്കുന്ന സമയമാണ്. ഇവിടെ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ജോലി വേണോ, ഫാമിലി നോക്കണോ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ ബിസിനസ് ആണോ, ഫാമിലി ആണോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ഫാമിലി ടൈം കുറയും. ഓക്കെ, ഫാമിലി ടൈം ഭയങ്കരമായിട്ട് കുറയും. നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സിങ് ഫീലിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫാമിലി ഭയങ്കര മിസ് ചെയ്യും. പക്ഷേ നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യും, ഇവിടെ ഫോക്കസ് ചെയ്യും എന്നൊരു ചിന്ത, ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാവുന്നൊരു സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അനാവശ്യമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, കുട്ടികളായിട്ട് പ്രശ്നങ്ങൾ, മാതാപിതാക്കളായിട്ട്, സുഹൃത്തുക്കളായിട്ട്, അങ്ങനെ പ്രണയികളായിട്ട്, അങ്ങനെ ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ സമയം നമുക്കറിയാം 2ലാണ് കേന്ദ്രം നിൽക്കുന്നത്. സോ നമ്മൾ കുടുംബ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസൊക്കെ നടക്കുമ്പോൾ കൂടുതലും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ വിടുക. അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടില്ല കേട്ടില്ല എന്ന രീതി നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഫാമിലിയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ ആ പ്രശ്നത്തിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം വീണ്ടും അവിടെ വർദ്ധിക്കുകയുള്ളൂ, കുറയില്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ വർഷം എന്ന് പറയുന്നത്. സോ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു വർഷം പ്ലാൻ ചെയ്യാൻ എന്ന് പറയാം.
അതേപോലെ തന്നെ പ്രണയത്തിലുള്ളവർക്ക് ഈ വർഷം എങ്ങനെയുണ്ട്, അത് വിവാഹത്തിലേക്ക് ചിന്തിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് മാരേജിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ പറയാമെന്ന് പറഞ്ഞു കേട്ടോ. സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പം മനസ്സിനൊരു സ്വസ്ഥത, അല്ലെങ്കിൽ മനസ്സിന് നേരത്തെ ഉണ്ടായെന്നും കഴിഞ്ഞ് ഒരു ബെറ്റർ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ഒരു ഭയങ്കരമായിട്ടൊന്ന് അസ്വസ്ഥതയിലൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞാൽ നിങ്ങൾ മച്ച് ഇമ്പ്രൂവ് ആവും. ബട്ട് എന്നിരുന്നാലും പൂർണ്ണമായിട്ടൊക്കെ മാറില്ല. എന്നിരുന്നാൽ എന്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾക്ക് 2024 നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നോർമലി നമ്മുടെ ജാതകത്തിൽ നമുക്ക് അനുകൂലമാണ്, നമുക്ക് നല്ല ഫലത്തേക്കാണ് പ്രധാനം ചെയ്യുന്നത്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. അല്ലെങ്കിൽ എന്താണ്, അതനുസരിച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ, അതായത് 2025 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആയിരിക്കും. ബട്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ ഉണ്ടാവും കേട്ടോ. അത് പൂർണ്ണമായിട്ടും പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കണ്ട. അതിനൊക്കെ എന്ത് ചെയ്യുക, ഈശ്വര പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ തപസ് കൊണ്ടൊന്നും മാറാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. സോ കൃത്യമായിട്ട് ഈശ്വര പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ വിജയം നമുക്ക് നേടാൻ പറ്റും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതാണോ ചീത്തയാണോ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പൂർണ്ണമായിട്ടൊരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക. അതായത് നിങ്ങളുടെ പഠനത്തെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ടാവും. ആ ഡിസ്ട്രാക്ഷനിലേക്ക് പോവാതെ ഒരു കാര്യത്തിൽ പക്ക ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കേത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പഠനത്തിനായാലും വിജയങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ കാര്യം ഫോക്കസ്ഡ് ആയി, ഏതിനും അങ്ങനെ ഉണ്ട്, നമ്മൾ കാര്യം ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് കൂടുതലായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. സോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു പഠനം എന്നുള്ള ചിന്ത ഈ വർഷം നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. വേറെ എന്ത് ഡിസ്ട്രാക്ഷൻസ് വന്നാലും എല്ലാം അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ ഫോൺ കോൾ, അല്ലെങ്കിൽ മെസ്സേജുകൾ, വൈബ്രേഷൻസ്, എന്തെങ്കിലും മൂവീസ്, പുതിയ മൂവി വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, പഠനത്തിൽ കൊടുക്കുക. എന്നിരുന്നത് ഫുൾ ഇരുന്ന് പഠിക്കണം, അങ്ങനെ ഒരു ബുദ്ധിജീവി ടൈപ്പിലേക്ക് മാറണം എന്നല്ല ഞാൻ പറയുന്നത്. പഠിക്കാതിരിക്കുമ്പം ആ സമയം പൂർണ്ണമായിട്ട് പഠനത്തിൽ കൊടുക്കുക ശ്രദ്ധ. ഇപ്പം നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് ഒരു തന്നെ ഫോക്കസ് കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നല്ല രീതിയിൽ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഇടയ്ക്കാൻ മടുക്കൂലേ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ മൊബൈലിൽ മൂവി കാണാൻ നിൽക്കില്ല. നിങ്ങൾക്കൊരു മൂവി കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി മൂവി കാണുക. കാരണം ആ 2.5 മണിക്കൂർ കഴിയുമ്പം, അല്ലെങ്കിൽ 3 മണിക്കൂർ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, ആ സിനിമ തീർന്നു. മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ആ മൂവി കണ്ടു, തൊട്ടടുത്ത മൂവി വരും, അതിൽ എടുക്കും. ഇനി അതല്ല റീല കാണാൻ പോകണമെങ്കിൽ 5 മിനിറ്റ് കാണാൻ നിന്ന് 2 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാക്സിമം ഈ വശത്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ മക്കളെ സൂപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിജയിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ പഠനകാലത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ശ്രദ്ധ കൊടുത്തില്ല, നമ്മളത് ഫോക്കസ് കൊടുക്കുന്നില്ല, കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഉറപ്പിച്ച് വെച്ചോളൂ, പരീക്ഷയിൽ നല്ല രീതിയിൽ ഒരു പരാജയം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. സോ പഠന കാര്യത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ ധരിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ നല്ലൊരു വിജയവും നിങ്ങൾക്ക് എന്താ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ മറ്റെന്തെങ്കിലും അഫെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വർഷം മാറ്റി വെച്ചോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. മറ്റേ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പഠനം കഴിഞ്ഞ് നമുക്കത് ചെയ്യാമല്ലോ. ആരാ പഠനം, അത് കഴിഞ്ഞ് സമയമില്ലാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ധാരാളം സമയമുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ കാര്യത്തിലേക്ക് ഇറങ്ങുക. ഇപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത് നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ട് ചിന്തിച്ച് കഴിയുമ്പം നമ്മുടെ ആരോഗ്യം ഈ വർഷം നല്ല രീതിയിൽ ടേക്ക് കെയർ ആണ്. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അപകട കാര്യങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫുഡൊക്കെ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ മാക്സിമം നമ്മൾ വീട്ടിലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ അത് പോസിബിൾ അല്ല. ഇന്നത്തെ കാലത്ത് പൂർണ്ണമായിട്ട് ഫുൾ വീട്ടിൽ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഒന്ന് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാവാം. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവരെ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ജോബ് പ്ലേസിലായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ പോലും ആയിരിക്കില്ല. ചിലപ്പോൾ അവർ വരുന്ന ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ പല സിറ്റുവേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത്, ഏറ്റവും സേഫ്റ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന മാക്സിമം സേഫ്റ്റി നോക്കി പോവുക. പുതിയതായിട്ടൊരു കാര്യം ട്രൈ ചെയ്യണമെന്നും ഈ വർഷം നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് കേട്ടോ. കാരണം അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടിലേക്ക് ഉണ്ടാക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത് നമുക്കൊരു 55-60 വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സിനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു കാം ആൻഡ് കൂൾ മൈൻഡ് സെറ്റ് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുക്കുക. മറ്റുള്ള ജോബ്, ബിസിനസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ മക്കൾക്കോ അല്ലെങ്കിൽ അതിന് നല്ല മാനേജേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾ പുതിയതായിട്ടുള്ള കാര്യത്തിൽ ഇറങ്ങാൻ നിൽക്കണ്ട. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കാം ആൻഡ് ക്വയറ്റായിട്ട് നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നടത്തി നമ്മളൊരു സ്പിരിച്വൽ ജേണിയൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. കൂടുതൽ മൈൻഡ് കാമായിട്ടിരിക്കാൻ നോക്കുക. നിങ്ങളുടെ ആരോഗ്യം നല്ലത് ശ്രദ്ധിക്കുക. അതാണ് സ്പിരിച്വൽ ജേണിക്ക് പോയി നിങ്ങൾ വ്രതം എടുക്കുന്നു അല്ലെങ്കിൽ നൊയമ്പെടുക്കുന്നു, നിങ്ങളുടെ ആരോഗ്യം അത് സപ്പോർട്ട് ചെയ്യുകയും മാത്രം
വ്രതവും ഇതുമൊക്കെ എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണത്. ആ കാര്യം ശ്രദ്ധിച്ച് നമ്മുടെ ആരോഗ്യം എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വ്രതവും നോയമ്പൊക്കെ എടുക്കാൻ പാടുള്ളൂ. അതനുസരിച്ച് നമ്മുടെ ശരീരം അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറയാം. നമുക്ക് വിശ്വാസമാവാൻ ഒന്നും അമിതമാവാൻ പാടില്ല. കൃത്യമായിട്ടുള്ള ലെവലിലായ ഒരു പ്രശ്നവുമില്ല കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കും. ചിങ്ങരാശി, അതുപോലെ തന്നെ ചിങ്ങലഗ്നക്കാർക്കും കാണാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ചിങ്ങരാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരം കാട്ടുകുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയാം. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചാലും ഈ 2026 നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം നമ്മൾ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണ്, നമുക്കൊരു ജോലി ഇല്ലാതെ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം 2026 ജോലി കിട്ടാനുള്ള യോഗമൊക്കെ പറയാവുന്ന സമയം തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിച്ച വിധത്തിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച വിധത്തിലൊരു ജോലി ആയിരിക്കില്ല കിട്ടുന്നത്. പക്ഷെ കിട്ടുന്ന ജോലിയിൽ കയറുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തതിന് വേണ്ടി പരിശ്രമിക്കുക. അതായത് ഇപ്പോൾ ഉള്ള ജോലിയിൽ നിർത്തിക്കൊണ്ട് അടുത്ത ജോലി, അതായത് ഇപ്പം നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നു. സോ ആ ജോലി കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ അടുത്ത് നോക്കാം. അതുപോലെ തന്നെ ജോലി ഉള്ളവരാണ്, ഇപ്പോൾ ജോലിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ് ഈ പേടി. ഈ ജോലി നഷ്ടമാകുകയാണ്, എന്ത് ചെയ്യും, ഈ ജോലി നഷ്ടമാകുമോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചിന്ത ഉണ്ടാവാൻ സാധ്യത. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട 2026 നിങ്ങൾ മനസ്സിലാക്കേണ്ട, ജോലി നഷ്ടമായിക്കോട്ടെ, നിങ്ങൾ അടുത്തതിന് വേണ്ടി പരിശ്രമിക്കുക, അടുത്തതിലോട്ട് മൂവ് ചെയ്യുക. അതാണ് ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. അല്ലാതെ പേടിച്ച് ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ സുഖമായിട്ട് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ജോലിയിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ചലഞ്ചസ് ഉണ്ടാവും. അതൊക്കെ നേരത്തെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അഭിമുഖീകരിക്കാൻ പ്രിപ്പയർ ആവണം. നമ്മൾ സ്വയമേ എന്ത് ചെയ്യണം, പ്രിപ്പയർ ആവണം. അത് പ്രിപ്പയർ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നേരിടാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നമുക്ക് നല്ല രീതിയിൽ ഒരു ആളുകൾ നമ്മളെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചലഞ്ചസ് ഉണ്ടാവുക, ഭയങ്കരമായിട്ട് നമ്മളതിനെ ഒന്ന് പ്രഷർ കൂടുന്ന സാഹചര്യമൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അതുപോലെ നമുക്ക് വ്യാഴം നമുക്ക് സപ്പോർട്ടായി നിൽക്കാൻ സാഹചര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ വിധേന നമുക്ക് വരുമാന കാര്യങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കും. ഒരു വലിയ ഹ്യൂജ് ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഏതെങ്കിലുമൊക്കെ വരിയിൽ നിന്ന് നമുക്കൊരു വരുമാന മാർഗം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മാർഗ്ഗം ഇല്ലാതെ വരുമ്പോൾ, നമുക്ക് വരുമാനത്തിൽ ഒരു മാർഗ്ഗം ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു മാർഗ്ഗം എവിടെ നിന്നെങ്കിലും തുറന്നു വരും. അതിനുള്ള കാര്യങ്ങളൊക്കെ വ്യാഴം നമുക്ക് സപ്പോർട്ടായിട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 8ാം ഭാവത്തിലാണ് ശനി നിൽക്കുക എന്ന് പറയുന്നത്. 1-7 രാഹു കേതുക്കൾ സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ടഫ് സിറ്റുവേഷൻ ആണ്, നമുക്ക് അഷ്ടമശനിയാണ്. അതേപോലെ തന്നെ 1-7 ഭാവങ്ങളിലായിട്ടാണ് നമ്മുടെ രാഹു കേതുക്കൾ സ്ഥിതി ചെയ്യുന്നത്. സോ ഈ സാഹചര്യത്തിൽ ഈ വർഷത്തിൽ നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്ത് അതിൻ്റെ ജാഗ്രതയോടെ നമ്മൾ ഓരോ കാര്യങ്ങളും നീക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് ചിന്തിക്കുമ്പോൾ നല്ല രീതിയിൽ ജാഗ്രതയോടെ ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരായാലും, പ്രത്യേകിച്ച് പുതിയതായിട്ടൊരു കാര്യം ചെയ്യാനൊക്കെ നിൽക്കുന്നവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ഈ വർഷത്തിൽ ഓരോ കരുക്കളും നമ്മൾ നീക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ഈ ഒരു വർഷത്തിൽ ഒരടിയായി മാറാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ജാഗ്രതയോടെ ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ ബിസിനസ് കാര്യത്തിൽ ബിസിനസ് അല്ലെങ്കിൽ ജോലി അല്ലാതെ ബിസിനസ് തന്നെ ടോപ്പ് ലെവൽ, അതായത് ആ ബിസിനസ് നിങ്ങൾ നയിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യത്തിൽ ആ ഒരു ലെവലിലുള്ളവരും ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ആണ്. ഫിനാൻസ് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് ശ്രദ്ധിക്കുന്നവരും ആ ഒരു ഫീൽഡ് നിങ്ങൾ ഇച്ചിരി ടേക്ക് കെയർ ചെയ്ത് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു വർഷത്തെ നോക്കിക്കാണാമെന്ന് പറയുന്നത്. അതേപോലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഈ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം ഒന്ന് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം, നിങ്ങൾക്ക് പറ്റിയൊരു വരാതെ, നിങ്ങൾ ചതിയിലൊന്നും പെടാതെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഒരു വർഷത്തിൽ അതൊക്കെ നീക്കാനെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് റിലേറ്റഡ് സാമ്പത്തിക സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങരാശിക്കാർക്ക് അതല്ലെങ്കിൽ ചിങ്ങലഗ്നക്കാർക്ക് ഒരു സമ്മിശ്ര ഫലത്തെയാണ് നമുക്ക് ഈ ഒരു വർഷത്തിൽ പ്രദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കാം. ഇനി അടുത്ത് നമുക്ക് കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആണ് നോക്കാം. കാരണം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പറയാം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥത കിട്ടുന്നത് നമ്മുടെ കുടുംബത്തിൽ വരണമെങ്കിലായിരിക്കണം അല്ലേ. അപ്പോൾ ആ കുടുംബത്തിൽ എങ്ങനെ ഉണ്ടാവും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമുക്ക് എപ്പോഴും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് യോഗം കാണുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ സ്വയമേ മനസ്സിലാക്കി, നിങ്ങൾ കുറച്ച് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കിപ്പം ചന്ദ്രവശാലാണ് കാണുന്നതെങ്കിൽ ലഗ്നവശാലൊന്ന് കണ്ടു നോക്കുക, അവിടെ എങ്ങനെയാണ് നോക്കുക. അതുപോലെ നിങ്ങളുടെ പങ്കാളിയുടെയും കൂടി ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അവിടെ രണ്ടുപേർക്കും മോശമാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഇഷ്യൂ മാറാൻ സാധ്യതയുണ്ട്. സോ അതനുസരിച്ച് ടേക്ക് കെയറിൽ നിങ്ങൾ നിൽക്കാൻ, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നിങ്ങളുടെ പങ്കാളി ടൈം ഓക്കെ ആയെങ്കിൽ നിങ്ങൾക്കും വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് കടത്തിയെടുക്കാൻ സാധിക്കും. സോ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത മിസ്അണ്ടർസ്റ്റാൻഡിങ്, രണ്ടുപേരും തമ്മിലുള്ള ധാരണ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ദാമ്പത്യത്തിൽ
പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആർഗ്യുമെന്റ്സ് നമുക്കൊന്ന് പറയും അങ്ങനത്തെ ഓരോ ആർഗ്യുമെന്റ്സ് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗം നമുക്ക് ഈ 2026 പറയാൻ സാധിക്കും കേട്ടോ. അതേപോലെ നമ്മൾ നോക്കേണ്ടത് ഒരു ഇഷ്യൂ ഉണ്ടായ ഒരു പ്രശ്നം ഉണ്ടായ അതിനെ ഭയങ്കര വലുതാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഈ വർഷം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന് ഊതി പെർപ്പിക്കാൻ ഈസിയാണ്. നമ്മുടെ ചുറ്റിനുള്ളവർ അതൊക്കെ ഹരം വെച്ച് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ച് വിടും ചെയ്യും. അവർ ചെറിയ കണലിനെ ഊതി കത്തിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം അവൻ്റെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തൊരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് ഒരു പെരുപ്പീരായിട്ട് കാണിക്കാനാണ് അവർക്കെല്ലാം ഇഷ്ടം. നിങ്ങൾക്ക് സന്തോഷമായിരിക്കില്ല മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ട് കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആ ഒരു കുടുംബജീവിതം ഭയങ്കര ദുഃഖകരമായി മാറും. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ 2026 മുമ്പോട്ട് പോകാമെന്ന് പറയാം. നമ്മൾ വിവാഹമൊക്കെ ആലോചിക്കുന്നവർ, വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം അന്വേഷിക്കാം. നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ഓരോ കാര്യങ്ങളും നന്നായി അന്വേഷിച്ച് മാത്രം വിവാഹ കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. പ്രണയത്തിലുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോഴും നിങ്ങൾ തമ്മിൽ, അതായത് കപ്പിൾസ് തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്തെങ്കിലും ഒരു പ്രണയത്തിലായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ വീണ്ടും അത് പാച്ചപ്പായി വരുന്നതൊക്കെയാണ്. എന്നിരുന്നാലൊരു വലിയ ഇഷ്യൂയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ പാച്ചപ്പായി വരാനും ഭയങ്കര പാടായിരിക്കും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കുടുംബ വിഷയത്തെ കൈകാര്യം ചെയ്യുക. കാരണം ഏറ്റവും നല്ലൊരു വിഷയമാണ് കുടുംബ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ്. അതിൽ നമ്മൾ പല കാര്യങ്ങൾ, വിവാഹം, പ്രണയം, അതേപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധം, അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സന്താനങ്ങൾ, കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഓരോ ലെവലായി നിന്ന് കഴിയുമ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏറ്റവും പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുക. പക്ഷേ ഇന്ന് പലർക്കും ഒരു സമാധാനം കിട്ടാത്ത പലരും നോക്കിക്കഴിഞ്ഞാൽ ആ ഓഫീസ് സ്ഥാപനത്തിൽ തന്നെയായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞത്. ഒന്ന് ജോബ് റിലേറ്റഡ് ഉണ്ടാകും, രണ്ട് വീട്ടിലേക്ക് ചെന്നാലും അവിടെ പ്രശ്നമാണ് പ്രശ്നമാണെന്നുള്ള തോന്നലുണ്ടായതുകൊണ്ടും അവിടെ ഓഫീസിൽ തന്നെ നിൽക്കുന്നവരുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളൊന്ന് പാച്ചപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നടക്കും. കൃത്യമായി ഈശ്വര പ്രാർത്ഥന നടത്തുക. പിന്നെ ജാതകം ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക കേട്ടോ. കാരണം എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അത് പരിശോധിക്കുന്നത് നിർബന്ധമാണെന്നല്ല പറയുന്നത്. നമ്മൾ കാര്യം നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എപ്പോഴും പ്രശ്നങ്ങളാണെങ്കിൽ എന്താണ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ജാതകമൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ പഠന റിലേറ്റഡ് ആയിട്ട് എപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഈ വർഷം ഇത് നല്ലതാണോ, അല്ലെങ്കിൽ മാസത്തിലായി ഈ മാസം നല്ലതാണോ എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ ചാലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്യേണ്ട ഒരു വർഷമായിരിക്കും ഇതെന്ന് പറയുന്നത്. നമ്മൾ നന്നായി അധ്വാനിക്കാൻ റെഡിയാണ്, നമ്മൾ നന്നായി കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട്, നമ്മുടെ മാക്സിമം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ എത്രമാത്രം അധ്വാനിക്കാൻ പറ്റും അത്രമാത്രം അധ്വാനിച്ച്, അതായത് പഠന റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾ നന്നായി പരിശ്രമിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് വിജയങ്ങളൊക്കെ ആക്കാം. അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല. സോ നല്ല രീതിയിലുള്ള പരിശ്രമം ആവശ്യമായി വരും കേട്ടോ. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം 2026 എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടുന്ന ടൈമായിരിക്കും, കുറച്ച് അധ്വാനം കൂടുന്ന സമയമായിരിക്കും, കുറച്ച് നല്ല രീതിയിലുള്ള ചലഞ്ചസ്, നല്ല രീതിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് അതിനെല്ലാം തരണം ചെയ്ത് സാധിക്കും. നിങ്ങൾ ചിങ്ങരാശിയിൽ ജനിച്ചവരാണ്, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിലുണ്ടാകും. നിങ്ങൾക്ക് അതിനെല്ലാം അഭിമുഖീകരിക്കാൻ സാധിക്കും. നമ്മളുടെ ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിക്ക്, അതെന്ത് തന്നെയായിരിക്കും ആ ശക്തിക്ക് നിങ്ങളിലൊരു വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ആ ചലഞ്ചസ് തന്നാൽ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ആ ശക്തി എപ്പോൾ വിചാരിക്കുന്നു അന്നേരം മാത്രമേ നിങ്ങൾക്ക് ആ ചലഞ്ചസ് ഉണ്ടാകുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ആ ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, എന്നെയും കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ശക്തി എന്താണോ, അത് ദേവനാവാം, ദേവിയാവാം, എന്തു ആവാം, അല്ലേ? എന്ത് തന്നെയായാലും ഞാൻ ആ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. അപ്പം ഞാൻ ആ ശക്തിയെ വിശ്വസിച്ച് ചെയ്യുമ്പം എനിക്കതിനെ മറികടക്കാൻ സാധിക്കും. ആ ചാലഞ്ചസിനെ എനിക്ക് ധൈര്യമായിട്ട് അഭിമുഖീകരിക്കാൻ സാധിക്കും എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാലഞ്ചസിനെ അഭിമുഖീകരിച്ച് നിങ്ങൾ നല്ലൊരു വർഷത്തിലേക്ക് അയക്കി ഈ 2026 മാറ്റാൻ പറ്റും. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പ്രഷറും ഭയങ്കരമായിട്ട് ദുഃഖങ്ങളും മനസ്സിന് ഭയങ്കരമായ ചാഞ്ചലയൊക്കെ നിറഞ്ഞൊരു സിറ്റുവേഷനിലേക്കും പോകേണ്ട വരും കേട്ടോ. സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ് ആരോഗ്യം. ആരോഗ്യ സംബന്ധമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ജാഗ്രതയോടെ പോകാം. പ്രത്യേകിച്ച് യാത്ര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അടുത്ത നമ്മുടെ ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ള ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്ന നല്ലതാണ്. ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു വർഷം നല്ലതെന്ന് പറഞ്ഞാൽ. പൊതുവെ ചിങ്ങരാശിയെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ചാലഞ്ചസിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ട ഒരു വർഷമാണ് 2026
എന്ന് പറയുന്നത്. സോ അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവേണ്ടി വരും. സോ നമ്മൾ കൃത്യമായ ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുക, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ഇതിനൊക്കെ എന്താണ് തരണം കഴിഞ്ഞ് വരാൻ പറ്റില്ല, തരണം ചെയ്യാൻ സാധിക്കുന്നേ. ഉത്തരം മുക്കാൽ അത്തം ചിത്ര അരടങ്ങുന്ന 2 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയാം അല്ലെ. കന്നിരാശിക്കാർക്ക് മാത്രമല്ല കന്നി ലഗ്നക്കാർക്കും കാണാൻ വീഡിയോ കേട്ടോ. അപ്പം നമുക്ക് അതിന് തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. നമുക്ക് ഈ ഒരു വർഷം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച വിധത്തിലുള്ള വിജയങ്ങളൊക്കെ കൈക്കലാക്കാൻ അല്ലെങ്കിൽ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാ വിഷയങ്ങളും പെട്ടെന്ന് കിട്ടുന്നില്ല. ചില തടസ്സങ്ങളുണ്ടാകും. പക്ഷെ ആ തടസ്സങ്ങളെ മറികടന്നാൽ നമുക്ക് എന്താണ്, നമ്മൾ ആഗ്രഹിച്ച ആ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നോക്കിയാൽ തൊഴിൽ കിട്ടാനുള്ള യോഗമൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ്. തൊഴിലൊക്കെ വളരെ കാലഘട്ടം അന്വേഷിക്കാൻ, ജോലിയൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗത്തിനുള്ള സ്രോതസ് എന്താണ് പോലും അറിയില്ല നിൽക്കുകയാണ്. അപ്പോൾ ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടാനുള്ള യോഗം നമുക്ക് ഈ 2026 പറയാൻ സാധിക്കും കേട്ടോ. നമുക്ക് പറയുമ്പോൾ നമുക്ക് ആ ജോലി മാറണം, നമുക്ക് അനുകൂലമായിട്ട് ജോലി മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിനുള്ള യോഗങ്ങളൊക്കെ പറയാം. നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ജോലി വിട്ടിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ട, ജോലി നിന്നുകൊണ്ട് നിങ്ങൾ അടുത്ത ജോലി അന്വേഷിച്ചോളൂ. നിങ്ങൾക്ക് അത് മാറാനുള്ള യോഗങ്ങളൊക്കെ നമുക്ക് 2026 പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു ജോലിയിലായാലും ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള യോഗം നമുക്ക് ഈ 2026 പറയാൻ പറ്റും. ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ രജിസ്റ്റർ ആവാം, അൺരജിസ്റ്റർ ആവാം. എല്ലാ ബിസിനസ്സിനും രജിസ്ട്രേഷൻ വേണം നിർബന്ധമില്ല, എല്ലാവരും ചെയ്യുന്നവരും ഉണ്ടാവുമല്ലോ. സോ ആ രജിസ്ട്രേഷൻ അല്ലെങ്കിലും ബിസിനസ് ആയിട്ട് നടത്തുന്നവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവും ഈ വർഷം. പക്ഷെ ഡെയിലി പ്രോഫിറ്റ് ആണെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷെ അത് ഡെയിലി ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് ചിലപ്പോൾ 10 ദിവസം ഉണ്ടാവില്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ യാതൊരു വരുമാനവും ഉണ്ടാവില്ല. പക്ഷെ 11-12 ദിവസങ്ങളിലായിട്ട് കുറച്ചൊക്കെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഈ വർഷം പൂർണ്ണമായിട്ടും 365 ദിവസവും എന്താണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള യോഗമുണ്ട്. അതായത് മാസത്തിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള യോഗമുണ്ട്. അത് അടുപ്പിച്ച് ഡെയിലി നമുക്ക് കിട്ടുന്നത് നിർബന്ധമില്ല എന്നുള്ളതാണ്. അത് ഡെയിലി കിട്ടുന്നത് വരില്ല. ഓക്കെ, അങ്ങനെ വരില്ല. സോ യാതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കുക. സോ അതനുസരിച്ച് നിങ്ങളൊന്ന് സേവും, അതനുസരിച്ച് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കുക. കാരണം സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു ബിസിനസ്സിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാം നിങ്ങൾ സേവ് ചെയ്യാതെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ ആയിട്ട് സംബന്ധമായിട്ട് കുറച്ച് പ്രഷേഴ്സ് ഒക്കെ കൂടാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വർഷമാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ വേണ്ടി വരുന്ന സമയം തന്നെയായിരിക്കും എന്ന് പറയുന്നത്. അതായത് ഒരു കൂളായി ഇരുന്നിട്ട് സിറ്റാൻ നമ്മൾ എടുക്കുന്നതല്ല, നമ്മൾ കുറച്ച് അധ്വാനിച്ചാണ്, അതായത് അധ്വാനിക്കാതെ നമുക്കൊരു വരുമാനം കിട്ടില്ല, പക്ഷെ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ടൈം തന്നെയാണിത്. സ്മാർട്ട് മാർക്ക് മാത്രം പോരാ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹാർഡ് വർക്കും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം നമുക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അല്ലെങ്കിൽ വരുമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടത്താൻ്റെ, അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു എക്സ്പാൻഷൻ വേണം. നിങ്ങൾ ചെറിയ രീതിയിൽ മൂവ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ പ്രോഫിറ്റ് 10 നിങ്ങൾ അടുത്ത ലക്ഷ്യം വെക്കേണ്ടത് 100-ലേക്കല്ല, ഒരു 20-ലേക്ക് വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കാം. അതായത് പയ്യെ സ്ലോലി, അതായത് പയ്യെ ഓടി വിജയിക്കുക. ഓക്കെ, വേഗത്തിൽ ഓടിയല്ല, പയ്യെ ഓടി വിജയിക്കാൻ നോക്കുക. അതായിരിക്കും ഈ വർഷത്തിൽ നിങ്ങൾക്ക് കന്നിരാശിക്കാർക്ക് അല്ലെങ്കിൽ കന്നി ലഗ്നക്കാർക്ക് അനുകൂലം എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ ഒരു ഭയങ്കരം ഒരു ഹ്യൂജ് ആയിട്ട് നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടൊരു പ്രൊമോഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതിന് കുറച്ച് താമസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താണ് ഒരു ചെറിയ രീതിയിലൊരു പ്രൊമോഷൻ കിട്ടുകയാണ്, അല്ലെങ്കിൽ ചെറിയ രീതിയിലായാലും നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ അത്രയും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ അതിനടുത്ത് നമുക്കൊരു ട്രാൻസ്ഫറൊക്കെ കിട്ടാനുള്ള യോഗം നമുക്ക് പറയാവുന്ന ഒരു സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ പൂർണ്ണമായിട്ട് നമ്മൾ ആഗ്രഹിച്ച വിധത്തിൽ എന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ സാമ്പത്തിക ചെലവുകൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഇപ്പം തന്നെ, അതായത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ചിലവുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇനി അല്ലെങ്കിൽ എന്താണ് വരുന്ന ദിവസങ്ങളിലായാലും നല്ല രീതിയിൽ ചിലവുകളൊക്കെ ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് സേവ് ചെയ്യാൻ നോക്കുക, ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചിലവുകൾ നടത്തുമ്പോൾ മാക്സിമം നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവ് ചെയ്യുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ ചിലവുകളൊക്കെ വരുത്തുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് നടക്കുമോ, ചിലവുകൾ വരും പോകും. അത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് ഇന്ന ചിലവ് നടത്താമെന്നിരിക്കുമ്പോഴായിരിക്കും വേറൊരു അൺഎക്സ്പെക്റ്റഡ് ആയ ചിലവ് വരുന്നത്. അങ്ങനെ വന്നോട്ടെ, അത് വരും. ബട്ട് മാക്സിമം നമ്മുടെ അറിവിൽ ചിലവാക്കുന്നതൊക്കെ മാക്സിമം നല്ലൊരു എക്സ്പെൻസ് ആയിട്ട് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിവാഹമൊക്കെ ശ്രദ്ധിക്കുന്നവരെല്ലാം നോക്കുന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ജൂണിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് ആ വിവാഹത്തിന് കുറച്ചുകൂടി ഒന്ന് അനുകൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യം നമുക്ക് പറയാൻ സാധിക്കും. സോ വിവാഹം അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വരനെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വധുവിനെ നോക്കുകയാണെങ്കിൽ
അത് നിങ്ങൾക്ക് നേരത്തെ നോക്കി തുടങ്ങാം. പക്ഷേ അന്നേരം പെട്ടെന്ന് ഉറപ്പിക്കാതെ ജൂൺ മുതൽ അല്ലെങ്കിൽ ജൂണിന് ശേഷമായാലും ജൂൺ 1 മുതലൊക്കെ ആയാലും നമുക്ക് എടുക്കുക. എന്നാലും ജൂണിന് ശേഷമായിട്ട് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള പങ്കാളിയൊക്കെ ലഭിക്കാനും അത് ഉറപ്പിക്കാനും അതിന് വിവാഹ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്ന സമയം തന്നെയായിട്ട് നമുക്ക് പറയാം. പ്രണയ കാര്യങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നിരുന്നാലും ഒരു തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈക്കൊക്കെ കിട്ടും. എന്നിരുന്നാലും അവിടെ ചെറിയൊരു എന്താണ് ഇണക്കം. അത് പിന്നെ പ്രണയമാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ, ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും അല്ലേ. ഇണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലാത്ത എന്ത് പ്രണയമാണല്ലേ. എത്ര ട്രൂ ലവാണ് പറഞ്ഞാലും എന്താണ് ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും. സോ അതൊക്കെ ഒന്ന് നിങ്ങൾ പരസ്പരം ഒന്ന് മനസ്സിലാക്കി അവിടെയാണല്ലോ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകും. നിങ്ങൾ പ്രണയിച്ചുകൊണ്ടൊക്കെ നിന്ന് പ്രണയിച്ചിട്ട് വേറെ ആളെ കെട്ടാനും നല്ലൊരു നിങ്ങൾ തന്നെ കെട്ടാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പരസ്പരം മനസ്സിലാക്കണം. പരസ്പരം മനസ്സിലാക്കി ഓരോരുത്തരുടെ തെറ്റും കുറവുകളും അവരുടെ നല്ലതും ചീത്തയൊക്കെ രണ്ട് സൈഡും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രണയിക്കാൻ എന്ന് പറയുന്നത്. എന്നാൽ പ്രണയിക്കാൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രണയിക്കുമ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ആ പ്രണയിക്കാൻ ആലോചന തുടങ്ങുമ്പോൾ അത് പറ്റില്ല. പക്ഷെ നിങ്ങളിപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പരസ്പരം നന്നായി മനസ്സിലാക്കാൻ നോക്കുക. അതായത് ഒരു ഇമാജിനറി വേൾഡിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒരു റിയൽ ലൈഫ് വേൾഡിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുക. എന്നാലാണ് നിങ്ങൾക്ക് വീട്ടിലായാലും പ്രണയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ പങ്കാളികളുടെ പോരായ്മകൾ എന്താണ്, അയാളുടെ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അഡ്വാൻസ് എന്തൊക്കെയാണ്, അത് പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ. കാരണം ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് ഫുൾ ഹാപ്പി ഒന്നും ആയിരിക്കില്ല അല്ലേ. അവിടെ എന്താണ് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയാം. അല്ലാതെ പൂർണ്ണമായിട്ട് സന്തോഷിച്ച ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകാന്ന് വെച്ചാൽ അവിടെ അഭിനയമാണ് നടക്കുന്നത്. അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അത് അവർ എത്ര പുറത്ത് പറഞ്ഞാലും. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അല്ലാതെ പ്രണയിക്കുമ്പോൾ ഉള്ള അതേ പ്രണയം തന്നെ വിവാഹശേഷം വേണമെന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഭയങ്കരമായിട്ട് ഒരു ഇഷ്യൂ ആയിട്ട് മാറുന്നത്. ആ കാര്യങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 2ാം ഭാവം നമുക്ക് കയറാണ് 7ാം ഭാവത്തിലാണ് ശനി നിൽക്കുക. സോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവാനൊക്കെ സാധ്യത നമുക്ക് പറയാവുന്ന ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനും യോഗം പറയാവുന്ന സമയം തന്നെയാണ്. ആ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാം. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന സമയം ചില കാര്യങ്ങളിൽ പെട്ടെന്നായിട്ടുള്ള ഭയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള യോഗം നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ സന്താന സംബന്ധമായിട്ടുള്ള കാര്യം ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്താന യോഗം പറയാൻ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ബാലൻസ് ലൈഫാവും. നിങ്ങൾക്ക് വർക്കും അതുപോലെ ഫാമിലി ഉണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുന്നത് ഉത്തമമായിരിക്കും. പൂർണ്ണമായിട്ട് അങ്ങ് കെട്ടഴിഞ്ഞ് ജോബിന് മാത്രം ശ്രദ്ധ കൊടുത്ത് അല്ലെങ്കിൽ ഫാമിലിക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാതെ രണ്ടിലൊന്ന് ബാലൻസ് ചെയ്താൽ ഒരു ഇക്വബിലിറ്റി നിർത്തി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ക്യൂരിയസ് ആണ് എന്താണ് ഈ ഒരു വർഷം, നല്ലതാണോ ചീത്തയാണോ, ഇത് അറിഞ്ഞിട്ട് വേണം എനിക്ക് പഠിക്കണ്ട എന്നുള്ള ചിന്തയൊക്കെ ഉള്ള കുറേ പേരുണ്ട്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഈ ടൈമിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് 2026 വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഒരു അനുകൂല വർഷമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ നിങ്ങൾ എന്താ കൃത്യമായിട്ട് നിങ്ങളെ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക. ഈശ്വരൻ്റെ ഡ്യൂട്ടി ഈശ്വരൻ കൃത്യമായിട്ട് ചെയ്തോളും. താൻ പാതി ദൈവം പാതിനാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വിജയങ്ങളൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. നിങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ നിങ്ങളെ ഈ ഒരു രാശിയിൽ ജനിച്ച കന്നിയിൽ ജനിച്ച സന്താനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവരുടെ ആരോഗ്യ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട. സോ പഠനത്തിന് ശ്രദ്ധ കൊടുക്കുന്ന ഒപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പൊതുവെ എല്ലാവർക്കും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുമ്പം നിങ്ങൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടേക്ക് കെയർ നടത്തേണ്ട വർഷം അല്ലെ. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം കുറച്ച് നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു മൂഡ് ഓഫ് ഒക്കെ ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു വർഷങ്ങളിൽ ഈ വർഷങ്ങളിൽ ഉണ്ടാവാനുള്ള യോഗം നമുക്ക് പറയാൻ പറ്റും. യാത്ര കാര്യങ്ങളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ നമ്മുടെ യാത്ര അങ്ങ് ഹാപ്പി ആയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ നമ്മുടെ യാത്ര അങ്ങ് സക്സസ്ഫുൾ ആയെന്ന് വരില്ല. സോ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഒന്നിടത്ത് പോയി ഹെവി ആയിട്ട് ചെയ്യാനല്ല, കൃത്യമായിട്ട് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസിൽ എക്സസൈസ് ഒക്കെ ചെയ്യുക, ജിമ്മിലൊക്കെ പോയി ചെയ്യുമ്പോൾ. ഓക്കെ, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനോട് ഡയറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ വലിയ ഇഷ്യൂസിലേക്ക് മാറും. സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തൊരു സീനിയേഴ്സ് 55-60 വയസ്സ് മുകളിലേക്കുള്ളവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ ആരോഗ്യ കാര്യത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റീസ് കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ബാക്കി എന്തും കൊടുക്കാവുള്ളൂ. എന്ത് സാഹചര്യമായാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആരോഗ്യമാണ്. ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. നിങ്ങൾ ഈ ഒരു വർഷം ശരിക്കും കാം ആൻഡ് ക്വൈറ്റായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കന്നിരാശിയിൽ ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ളവരെ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുക കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട്
കന്നി രാശിക്കാരുടെ അതല്ലെങ്കിൽ കന്നി ലഗ്നക്കാർക്കും ഈ ഒരു ഫലം കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റന്റ് പ്രിപ്പയർ ചെയ്ത് സോ നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത് കേട്ടോ. ചിത്തിര ചോതി വിശാഖം മുക്കാലടങ്ങുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ തുലാം രാശിക്കാർക്ക് മാത്രമല്ല തുലാം ലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ തുലാം രാശിക്കാര് ഞങ്ങൾ എന്താണ് ഈ വർഷം നോക്കേണ്ടത്, ഞങ്ങൾ ഈ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത ഈ 2026 രക്ഷപ്പെടുവോ എന്ന് ചോദിക്കും അല്ലെ. അത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് തന്നെ. ഈ ഒരു വർഷത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പുരോഗതി പ്രതീക്ഷിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം അല്ലെ. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം, പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യം നോക്കാം. തൊഴിൽ സംബന്ധമൊക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ 6ാം ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുകയാണ് അല്ലെ, മീനൻ രാശിയിൽ. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മത്സരം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പരിശ്രമം, കടങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു വർഷമായിരിക്കും 2026. അതായത് കടങ്ങളുള്ളവർക്ക് അത് കുറയ്ക്കാൻ സാധിക്കും. എന്തിനും മത്സരങ്ങൾ, അതായത് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും മത്സരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അഭിമുഖീകരിച്ച് വിജയിക്കാൻ സാധിക്കും. നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് വിജയം സാധിക്കും. ബിസിനസ്സിന് ഇതേ സെയിം ആപ്ലിക്കബിൾ ആണ്, സാമ്പത്തികത്തിന് സെയിം ആപ്ലിക്കബിൾ ആണ്. അതായത് നമ്മൾ സാമ്പത്തികം വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതിനുള്ള പരിശ്രമത്തിലായെങ്കിൽ അത് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളൊരു ഒരു മത്സരമാണ് റൺ. ബിസിനസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മത്സരം പോലെ നമുക്ക് കണക്കിലെടുക്കാം. കാരണം നമ്മൾ മോണോപോളി ആയിട്ടൊരു ബിസിനസ് ഇല്ല, അപ്പം ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നൊരു ബിസിനസ് ഇല്ല. അപ്പം അവിടെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. കോമ്പറ്റീഷൻ എന്ന് പറയുന്നതല്ലേ മത്സരം. സോ ആ മത്സരങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് ശനി ഭഗവാൻ തരുന്നുണ്ട്. സോ ശനിയുടെ ആ സപ്പോർട്ട് നമുക്ക് ആ ഒരു മത്സരങ്ങളിൽ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കുറച്ചുകൂടി ഒരു ഫീൽ ഗുഡ് നമുക്ക് ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നോക്കിയാൽ നല്ല രീതിയിൽ നേട്ടം, നമ്മൾ ആഗ്രഹിച്ച രീതിയിലായാലും നമുക്കൊരു ജോലിയൊക്കെ കിട്ടാൻ യോഗം പറയുന്ന സമയമാണ്. നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ, അതായത് ഈ വർഷം മൊത്തം 12 മാസമാണല്ലോ ഉള്ളത്. സോ ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള യോഗം പറയാവുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. സോ ആ ദുഃഖം അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചോളൂ. അതിന് ജോലി കിട്ടാനുള്ള യോഗം എനിക്ക് ഈ ഒരു വർഷം ഉണ്ട്. സോ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഓക്കെ, പരിശ്രമിക്കാൻ ജോലി വീട്ടിൽ കൊണ്ടൊന്നും ആരും തരില്ല. നമ്മൾ അതിനുവേണ്ടി കൃത്യമായിട്ട് അതിനുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുക, അതിനുവേണ്ടി ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ജോലി കിട്ടും, അതിനുള്ള യോഗമുണ്ട്. നിങ്ങൾ അതിന്റെ പരിശ്രമം കൂടിയാണ് ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊഴിലുള്ളവർക്ക് ഇപ്പോൾ ജോലി ഇപ്പോൾ കറന്റിലും ഉണ്ട്, നമുക്കൊരു പ്രൊമോഷൻ കുറെ നാളായി, ഒരു പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചുകൂടെ ഇന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തിൽ നമുക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ യോഗമുള്ള വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആഗ്രഹത്തിനൊപ്പം തന്നെ നിങ്ങളുടെ പരിശ്രമം കൂടി നടത്തിക്കോളൂ. നിങ്ങൾക്ക് ഈ വർഷം തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, തൊഴിൽ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. ഓക്കെ, ബിസിനസ് സംബന്ധമായിട്ട് നോക്കിക്കഴിയുമ്പോഴും ബിസിനസ് നല്ലൊരു പുരോഗതിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ബിസിനസ് നടത്തുന്നത് എന്തിനാ, പുരോഗതിക്ക് വേണ്ടിയല്ലേ അല്ലേ, നമുക്കൊരു പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് നമ്മളെ സെഷൻ 8 കമ്പനീസ് അല്ലാത്ത എല്ലാ കമ്പനീസും നമ്മൾ റൺ ചെയ്യുന്നത് എന്തിനാണ്, പ്രോഫിറ്റ് അല്ലാതെ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ പ്രോഫിറ്റ് തന്നെയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലേ, അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. പക്ഷെ അതിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ, കാരണം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഈ വർഷം നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം, പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ, വരുമാനം മാത്രം, അല്ലെങ്കിൽ ഒരു വരുമാനം മാത്രം വരുന്നതല്ല, പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം. കാരണം ബിസിനസ് സംബന്ധിച്ച ഒരു വരുമാനം മാത്രം എന്ന് പറയുന്നത്, റവന്യൂ മാത്രം എന്ന് പറയുമ്പോൾ അതിലെന്താണ് കോസ്റ്റസും ഉണ്ടാവും. ആ കോസ്റ്റ് കളഞ്ഞിട്ടാണല്ലോ, സെയിൽസിന് കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. സോ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നിട്ട് പോവാം. ബിസിനസ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആവശ്യം, നിങ്ങൾ ഇന്ന് കാണുന്ന ബിസിനസ് ലെവലിലേക്ക് എത്തിക്കണം, നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നല്ല ടീമുണ്ട്. സോ ആ ടീമിനെ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ 2026 നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പക്ക രീതിയിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി പരിശ്രമിച്ചോളൂ കേട്ടോ. അടുത്ത നമുക്ക് ഫാമർ റിലേറ്റഡ്, കുടുംബ റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 2ാം ഭാവങ്ങൾ 8ാം ഭാവങ്ങളൊക്കെ കൃത്യം കയറാണ് അല്ലേ. നമുക്ക് സംബന്ധിച്ച് 7ാം ഭാവത്തിനും വലിയ തടസ്സങ്ങളൊന്നുമില്ല. സോ നിങ്ങളുടെ ഒരു കുടുംബ ജീവിതം, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താക്കന്മാർ തമ്മിലേക്കാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊരു ഐക്യത്തിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നല്ല രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന വർഷമാണ്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഓരോ കാര്യങ്ങളും ഫാമിലിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് ആലോചിക്കാം, അതിനുള്ള അനുകൂലമായ വർഷമാണ്. സോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരൊക്കെ
ഈ വർഷം കഷ്ടപ്പെട്ടോളൂ, അതിനുവേണ്ടി പരിശ്രമിച്ചോളൂ, അതിനുവേണ്ടി നോക്കിക്കോളൂ, അതിനുള്ള യോഗമുള്ള വർഷമാണ്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രണയത്തിലുള്ളവർക്കാണെങ്കിൽ, അതല്ലേ പ്രണയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിലുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്, രണ്ടുപേർക്കും ഒരു ധാരണ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ഇനി എന്താണ് ഞങ്ങൾ മുമ്പോട്ട് ചെയ്യേണ്ടത്, വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ നിർത്തണോ എന്നൊക്കെ ചിന്തയുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ ഒത്തു പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വർഷം അതിന് കൃത്യമായ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രണയം നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതിന് യോഗം പറയാവുന്ന വർഷം തന്നെയാണിത്. സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാനും കാണാനും കൂടാനൊക്കെ യോഗമുള്ള വർഷമാണ് ഈ 2021 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സന്താനം സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. സന്താന ഭാഗ്യമൊക്കെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും. ഒരു വർഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. കുടുംബ സംബന്ധമായിട്ട് പൊതുവെ ഒരു ഹാപ്പിനെസ്, നമുക്ക് കുടുംബത്തിലെ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ 2026 എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്, നിങ്ങൾക്കൊരു നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ പറ്റുന്നൊരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അച്ചീവ്മെന്റ്സ് കിട്ടാണ്, അതിനൊക്കെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാനൊക്കെ യോഗം കാണുന്ന സമയം തന്നെയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് സെൽഫായിട്ടും ഓക്കെ അതിന് കാണാൻ പറ്റുന്ന സമയമാണ് 2026. സോ അതിനൊക്കെ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുകയുള്ളൂ അല്ലെ. എന്തൊക്കെ യോഗങ്ങളുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുകയില്ല. നമുക്കിപ്പോൾ ഒരു വാഹനം വാങ്ങാൻ യോഗമുള്ള വർഷമാണ്, പക്ഷെ നമ്മൾ വാഹനം വാങ്ങാൻ ഒരു പ്ലാൻ ഇട്ടില്ല, നമുക്ക് അതിനുള്ളൊരു ചിന്തയില്ല, അതിനുവേണ്ടി യാതൊരു പരിപാടിയും ചെയ്യില്ല, നമുക്കത് സാമ്പത്തികം ഉണ്ടാകാൻ നോക്കണില്ല, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അവിടെ പോയി ഒന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടേ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ലക്ക്, ഞാൻ ലോട്ടറി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല, എന്നിരുന്നപ്പോൾ നമ്മളൊരു ലക്കി ഡ്രോയിലൊക്കെ നമ്മൾ പങ്കെടുത്തു, അത് നമ്മൾ എടുത്താലല്ലേ അത് കിട്ടുള്ളൂ അല്ലേ. എന്ന് വെച്ചാൽ നാളെ ഇപ്പോൾ ലോട്ടറി എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ഇല്ല. ആ ഒരു കാര്യത്തിലുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലല്ല നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ വർക്കിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കി നമ്മൾ ഈശ്വരനിൽ വെക്കുക. ഓക്കെ, അപ്പോൾ അനുസരിച്ച് നിങ്ങൾ നല്ലൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അതല്ല ലോട്ടറിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ ആ പൈസ മൊത്തം അതിലേ അങ്ങ് പോവുള്ളൂ, അത് തന്നെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതല്ല. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുസരിച്ചൊരു ഭാഗ്യം ഉണ്ടാവും, അല്ല ലോട്ടറി അടിക്കും എന്നല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അല്ല ആഗ്രഹിക്കേണ്ടത്, വിചാരിക്കേണ്ടത്. ഓക്കെ, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രോഗ്രാം പിന്നീട് നടത്താൻ പറ്റിയിട്ടില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യാനും പറ്റിയിട്ട് അതുപോലെ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. സോ അത് ഉണ്ടാവും ഉറപ്പായിട്ടും. ആ ഒരു പ്രോഗ്രാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ആഗ്രഹിക്കുന്നവരെല്ലാവരിലേക്ക് എത്തിക്കും. ബട്ട് അതിന് ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ക്ലാസ്സസും അതുപോലെ തന്നെ എൻ്റെ വർക്ക്സും അതുപോലെ നമ്മുടെ കൺസൾട്ടേഷൻസും എല്ലാം കൂടി ആകുമ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു ടൈം കിട്ടാത്തതുണ്ട്. എന്നാലും വരും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല വാക്ക്, ഭർത്താവിൻ്റെ കയ്യിൽ പ്രതീക്ഷിക്കുന്ന നല്ല വാക്കൊക്കെ ഈ ഒരു വർഷത്തിൽ കേൾക്കാൻ യോഗമുള്ള വർഷമാണ് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചോളൂ. അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വർഷം എങ്ങനെയുണ്ട്, കൊള്ളാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷയൊക്കെ എഴുതണോ, വിജയിക്കുമോ? പരീക്ഷ നിങ്ങൾ എഴുതാതിരിക്കേണ്ട. ഓക്കെ, നിങ്ങൾ അറ്റൻഡിന് പ്രശ്നമില്ലാത്ത ഏതൊരു പരീക്ഷയും നിങ്ങൾക്ക് എഴുതാം. അറ്റൻഡിന് പ്രശ്നമുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക, അതിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ എഴുതാൻ നിൽക്കണ്ട. ഓക്കെ, അങ്ങനെയാണ്. അത് എത്ര നല്ല വർഷമായാലും എത്ര ചീത്ത വർഷമായാലും ഞാൻ പറയാറുള്ളത്. സോ ഇവിടെ നമുക്ക് ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന വിഷയം പഠിക്കാൻ പറ്റുന്നൊരു വർഷമാണ് എന്ന് പറയുന്നത്. നമുക്ക് വിചാരിക്കുന്ന സ്ഥലത്ത് പഠിക്കാൻ പറ്റുക, നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, നമ്മുടെ പരീക്ഷകളിലും മത്സര പരീക്ഷകളിലൊക്കെ വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള ഏതൊരു കാര്യം പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഫോക്കസ് ആവാൻ പറ്റുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. സോ നിങ്ങളിവിടെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ്, അതായത് മറ്റൊരാളുടെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അടുത്ത ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ 5-ൽ രാഹു നിൽക്കുന്ന സമയമാണ്. ചെറിയ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, രാഹു ഉണ്ടാക്കും. വയറ് സംബന്ധമാവാം, ചിലപ്പം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം, ചിലപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു യാത്ര ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനും നമുക്ക് തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാനൊക്കെ യോഗം പറയാവുന്ന സമയമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് എന്നാലും അത് ഒത്തിരി നാളൊന്നും ഉണ്ടാക്കുന്നല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് കൃത്യമായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറും. അതല്ലെങ്കിൽ തന്നെ എന്താണ് വലിയ ഒരു മേജർ ഇഷ്യൂ എന്നല്ല. നമ്മൾ ഇപ്പം കോൺസെൻട്രേഷൻ തെറ്റുക, തെറ്റായ തീരുമാനം എടുക്കുക, അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് എപ്പോഴും വരാറില്ല, ചില സാഹചര്യങ്ങളിൽ അതുമായി പറയണം. സോ അങ്ങനത്തെ എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ലക്ഷണങ്ങൾ കണ്ട കൃത്യമായിട്ട് ഒരു ഡോക്ടറിനെ കണ്ടോളൂ. അതിനനുസരിച്ച് ആ മരുന്ന് കഴിക്കും, അതിൻ്റെ റെമഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ യാത്രകളൊക്കെ ചെയ്യുന്ന സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു
കംഫോർട്ട് ഇച്ചിരി കുറയാനുള്ള സാധ്യതയൊക്കെ നമുക്ക് ഇരുവശം പറയാൻ സാധിക്കും കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സോ ആരോഗ്യ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നി കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്യുക. അത് കൃത്യമായിട്ടുള്ള മരുന്ന് വാങ്ങി കഴിക്കുക. ഇപ്പം മരുന്നുള്ള ചികിത്സ എങ്കിൽ മരുന്നുള്ള ചികിത്സ, മരുന്നില്ലാത്ത ചികിത്സ എങ്കിൽ അങ്ങനെ. അടുത്തൊരു 55-60 വയസ്സ് മുകളിലേക്കുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വശമാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ എന്താണോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വശമാണ് 2026 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജോലിക്ക് പോകണോ പോവാം, ബിസിനസ് ചെയ്യണോ ചെയ്യാം, യാത്ര ചെയ്യണോ ചെയ്യാം, നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ദർശിക്കണോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വീതം വെക്കണോ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം എന്താണോ, നിങ്ങളുടെ പ്ലാൻ എന്താണോ അതനുസരിച്ച് ഈ 2026 ചെയ്യാനുള്ള യോഗമുള്ള വർഷമാണ് 2026 എന്ന് പറയുന്നത്. തുലാരാശിക്കാർ അല്ലെങ്കിൽ തുലാൽ എന്നക്കാർ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. ഇതനുസരിച്ച് ഈ കാര്യങ്ങൾ ഈ വർഷം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും. സോ ഇതനുസരിച്ച് നമ്മൾ കഴിയുക, പ്രവൃത്തിയും ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ അതായത് നമ്മൾ നല്ല വർഷമാണൊക്കെ കേട്ടു സന്തോഷമായി സമാധാനമായിട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ ഇറങ്ങണം. പരിശ്രമിച്ചാൽ മാത്രമാണ് നമ്മളുടെ വിജയങ്ങൾ, നമുക്ക് ആഗ്രഹിച്ച നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. വിശാഖംകാര അണിരം തൃക്കേട്ടടങ്ങുന്ന 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയും അല്ലെ. വൃശ്ചിക രാശിക്കാർക്ക് മാത്രമല്ല വൃശ്ചിക ലഗ്നക്കാർക്കും കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തിൽ 2026 ആദ്യം തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊഴിലൊക്കെ ലഭിക്കാൻ അല്ലെങ്കിൽ തൊഴിലൊക്കെ അന്വേഷിക്കുന്ന സംബന്ധിച്ചോളം തൊഴിൽ ലഭിക്കാൻ യോഗമൊക്കെ ഉള്ള വശമാണ്. പക്ഷെ തുടക്കത്തിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടുന്ന നിർബന്ധമില്ല. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതായത് തുടക്കത്തിൽ 2026 തുടക്കത്തിൽ എത്താൻ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു വിജയം, അതായത് പ്രതീക്ഷിച്ച രീതിയിൽ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു ഭാഗ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വശമാണ്. പക്ഷെ ആ പാതിക്ക് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ മിഡ് നമുക്ക് എന്താണ് കുറച്ചുകൂടി നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് കുറച്ചുകൂടി പൊരുത്തപ്പെട്ട നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ, നല്ലൊരു ചേഞ്ച് ഉണ്ടാവുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിന് മുമ്പ് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ നല്ല ജോലി, ആ ജോബ് നിങ്ങൾക്ക് അത്ര തൃപ്തി അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നല്ലൊരു ജോബ് കിട്ടാനുള്ള യോഗമൊക്കെ നമുക്ക് പറയാവുന്ന സമയം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. കാരണം തുടക്കത്തിൽ നമ്മൾ ആഗ്രഹിച്ച് നടന്നില്ലെങ്കിൽ പോലും ആ മിഡ് കഴിയുമ്പോൾ, അതായത് ജൂൺ മുതലൊക്കെ നമ്മൾ ആഗ്രഹിച്ച ഇതിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നൊരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് പുരോഗതി ആഗ്രഹിക്കുന്നവർ, മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള പരിശ്രമം ഇപ്പോൾ തുടങ്ങാം. പക്ഷേ അതിൻ്റെ ഒരു മാറ്റം അല്ലെങ്കിൽ പുരോഗതി ശരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇമ്പാക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആവുന്നത് ജൂണിന് ശേഷം അല്ലെങ്കിൽ ജൂൺ മുതലൊക്കെ ആയിരിക്കും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പരിശ്രമങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പരിശ്രമിക്കുക, കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യാൻ നോക്കാം. ബിസിനസ് കാര്യങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ ഈ ഒരു വർഷത്തിൽ തുടക്കത്തിൽ നിന്നും അത്ര നല്ല ഒരു കാര്യമായിരിക്കില്ല. തുടക്കത്തിൽ അത്ര പ്രോഫിറ്റ് ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ ബിസിനസ് തുടക്കത്തിൽ വലിയ വരുമാനങ്ങൾ തന്നെ ഉണ്ടായെന്ന് വരില്ല. ബട്ട് ഒരു ആഫ്റ്റർ അല്ലെങ്കിൽ ജൂൺ മുതൽ നമുക്ക് എന്താണ് നല്ല രീതിയിലൊരു സാമ്പത്തിക നേട്ടം ഒക്കെ ഉണ്ടാവാം. ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാവുന്നൊക്കെ ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് തന്നെ നമുക്ക് നല്ല അധികാരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഈ തൊഴിൽ സംബന്ധം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രൊഫഷൻ എന്താണോ അതിലൊരു അധികാരം അല്ലെങ്കിൽ നമുക്കൊരു അധികാരം, ജോലിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു അധികാര റിലേറ്റഡ്, അതായത് എന്തിലാവാം, ചിലപ്പോൾ ഒരു കുടുംബത്തിലാവാം, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാവാം. നമ്മളിപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അതനുസരിച്ചാണല്ലോ, അതിനനുസരിച്ചാണ് നമുക്ക് അധികാരം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പൊളിറ്റീഷ്യൻ സംബന്ധിച്ചാണെങ്കിൽ അതിലാവാം. അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഏതാണോ അതിൽ നമുക്കൊരു അധികാരം കിട്ടും. ഇപ്പോൾ ജോലിയിലുള്ളവർക്കെങ്കിൽ ഒരു പ്രൊമോഷൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി ഒരു മേജറായിട്ട് അല്ലെങ്കിൽ ഒരു മജോറിറ്റി പൊസിഷൻ നമുക്ക് കിട്ടാനുള്ള യോഗമൊക്കെ നമുക്ക് പറയാവുന്ന ഒരു വർഷമാണ്. സോ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഈ വർഷത്തിൽ തുടക്കം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, നന്നായി അധ്വാനിക്കുകയാണെങ്കിൽ, അതിനുള്ള പരിശ്രമം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജൂണിന് ശേഷം അല്ലെങ്കിൽ ജൂൺ മുതൽ നമുക്ക് നല്ലൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് 2026. സോ ആ തുടക്കം നമ്മൾ വേസ്റ്റ് ആക്കല്ല, നമ്മൾ സങ്കടപ്പെട്ടിരിക്കില്ല, ദുഃഖിച്ചിരിക്കില്ല, വിഷമിച്ചിരിക്കുക, അയ്യോ വരുമാനം വരുന്നില്ലല്ലോ, അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ചെയ്യാൻ തെറ്റിപ്പോവാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് അതനുസരിച്ച് എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ കിടപ്പുണ്ട് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യുക. ജൂൺ മുതൽ റിസൾട്ട് എന്ന് തുടങ്ങും. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അടുത്ത കുടുംബ സംബന്ധമായിട്ട് ഫാമർ റിലേറ്റഡ് ആയി നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മൂഡ് സ്വിങ്സ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പങ്കാളി ആര് തന്നെയായാലും അവർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സോ അത് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, മൂഡ് സ്വിങ്സ് ഇടയ്ക്കൊക്കെ വരുന്നു, അതനുസരിച്ചാണ് അവർ പെരുമാറുന്നത്, അതനുസരിച്ച് നിങ്ങൾ അവർ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ കുഴപ്പമില്ല. കാരണം രണ്ട് സൈഡും കൂടി കൂട്ടുമുട്ടുമ്പോഴാണ് അത് വലിയ സൗണ്ട് ആവുന്നത്. എപ്പോഴാണ് രണ്ട് സൈഡും കൂടി കൂട്ടുമുട്ടുന്നത് അന്നേരമാണ് ഇത് വലിയ ഒരു ഭയങ്കര ഒരു സൗണ്ടായി മാറുന്നത്. അതുവരെ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഭർത്താക്കൾ തമ്മിലായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിലും നമ്മളെ വ്യാഴം 9ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ നമ്മുടെ 5ാം ദൃഷ്ടി, അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി, അതായത് വൃശ്ചിക രാശിക്ക് 9ാം രാശി കർക്കിടക രാശി അല്ലേ. അപ്പോൾ കർക്കിടക രാശിയിൽ നിന്നുകൊണ്ട് നമ്മുടെ 5ാം ഭാവത്തിലേക്ക്, അതായത് 5ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ
ലഗ്നത്തെ സംബന്ധിച്ചാൽ ലഗ്നത്തിലേക്ക്, ചന്ദ്രനെ സംബന്ധിച്ചാൽ ചന്ദ്രനിലേക്ക് ദൃഷ്ടി, വൃശ്ചിക രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്, 5ാം ദൃഷ്ടി. സോ ഈ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ നല്ല കാര്യം ചിന്തിക്കാനും കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്ന ടൈമായിരിക്കും. സോ ആ ടൈമിലായിരിക്കും നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കാനും തീരുമാനിക്കാനും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. തെറ്റായ തീരുമാനങ്ങളിൽ പോവാതെ നമ്മുടെ ചിന്തയ്ക്ക് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി, ഒരു വ്യക്തത കിട്ടുകയും കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. സോ അതൊക്കെ കുറച്ചുകൂടി നല്ലതായിരിക്കും. പഠനത്തിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോഴായാലും ഈ ജൂൺ മുതൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. മുമ്പോട്ട് എങ്ങനെയാണ്, ഒന്നിച്ചു പോകണോ അതല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് 2 പാതയിലേക്ക് തിരിയണോ എന്നൊക്കെ കൃത്യമായിട്ട് തീരുമാനമെടുത്ത് പരസ്പരം രണ്ടുപേരെയും മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന വർഷമാണ് 2026 എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ജൂണിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അതിന് മുമ്പ് നിങ്ങൾ അത്ര തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും. കാരണം അത്ര കറക്റ്റ് ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതില്ല. ജൂൺ മുതൽ നിങ്ങൾക്ക് എന്താണ് ഒരു വ്യക്തത, ഒരു കാലത്ത് നിങ്ങൾക്ക് കെട്ടിത്തുടങ്ങും കേട്ടോ. അടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ദുഃഖങ്ങൾ വന്നാലും എത്രമാത്രം സങ്കടങ്ങൾ വന്നാലും നിങ്ങൾ പൊതുവെ പുഞ്ചിരിച്ചാണ് നിങ്ങൾക്ക് നിൽക്കുക. എന്നുവെച്ചാൽ മിക്ക വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചവരും ഉണ്ടാക്കി ചിരിയാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ കിടക്കുമ്പോഴായിരിക്കും അവർ പുഞ്ചിരിക്കുന്നത്, അല്ലേ? പക്ഷെ ആ ഒരു പുഞ്ചിരി ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് കഷ്ടകാലം അല്ലെങ്കിൽ ഭയങ്കര ദുഃഖങ്ങൾ ദുരിതങ്ങളായിരിക്കും എന്നല്ല പറഞ്ഞത്. ആ ഒരു പുഞ്ചിരി നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ശരിക്കും ഒരു ഐശ്വര്യമാണ്, നിങ്ങളിലേക്ക് നല്ലൊരു അട്രാക്ഷൻ, നിങ്ങളിലേക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നൊരു ഘടകം തന്നെയാണ്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ റിസൾട്ട്, നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തിനുള്ള റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടുന്ന വർഷമാണ് 2026 എന്ന് പറയുന്നത്. ജൂൺ മുതലൊക്കെ നന്നായി അത് കിട്ടിത്തുടങ്ങും. സോ അതിനുവേണ്ടി കാരണം നിങ്ങൾ ഇന്ന് അനുഭവിച്ച വേദനകൾ എന്ത് തന്നെയായാലും, നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ എന്ത് തന്നെയായാലും, നിങ്ങൾ എന്തൊക്കെ സഹിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എന്തൊക്കെ വിഷമങ്ങളിൽ തരണം ചെയ്താണ് വന്നെങ്കിലും അതിനൊക്കെ ഒരു റിസൾട്ട്, നിങ്ങളൊരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും അതൊക്കെ ചെയ്തേക്കണം, അല്ലേ? ഒരു നല്ല കാര്യം പ്രതീക്ഷയാക്കി ഇതൊക്കെ ചെയ്ത് അതിനുള്ള റിസൾട്ട് തരുന്ന വർഷമാണ് 2026 എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നല്ല രീതിയിൽ നമുക്കതൊരു നമ്മുടെ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ആ റിസൾട്ടിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ വർഷമാണ്. ബട്ട് കുറച്ച് പ്രാക്ടീസ് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. പൊതുവെ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റുള്ളവർ ഒന്ന് ചെയ്യുമ്പോൾ ഇവർ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് കൂടുതലായിട്ട് ചെയ്യേണ്ടവർ തന്നെയാണ്. സോ ഈ വർഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. കാരണം ആ പ്രാക്ടീസ് കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഒരു കാര്യം ഒന്ന് പഠിച്ചിട്ട് ചെയ്യുന്നവരും ആ കാര്യം തന്നെ 3 or 4 പഠിച്ചിട്ട് ചെയ്യുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? മറ്റുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു നോളജ് മാത്രമായിരിക്കും, പക്ഷെ ഇവർ ഇൻഡെപ്തായിട്ടായിരിക്കും നോളജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അവർക്ക് കുറച്ചുകൂടി കൺസെപ്റ്റ് ക്വാളിറ്റിയും കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കുറച്ചുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ടാലൻറ്റ് കൂടുതലായിട്ട് മാറും, അല്ലേ? കാരണം ഒരു കാര്യത്തിൽ തന്നെ കൂടുതലായിട്ട് പരിശ്രമിക്കുമ്പോൾ, ഒരു കാര്യത്തിൽ തന്നെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഒരു വ്യക്തത, കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റി നമുക്കത് പഠന സംബന്ധമായിട്ട് നോക്കാൻ പറ്റും. സോ വിദ്യാർത്ഥി സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഇയർ ആണ്. ബട്ട് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് കൂടുതൽ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ലൈഫിന് നല്ലതായിരിക്കും. ഓക്കെ, അതേപോലെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 4ാം ഭാവത്തിൽ രാഹു, 5ൽ ശനി നിൽക്കുന്ന സമയമാണ്. സോ കുറച്ച് ഇഷ്യൂസ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഫെക്ഷൻസ്, ശരീരവേദനകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നും വലിയ പ്രശ്നങ്ങളാക്കി എടുക്കേണ്ട. അങ്ങനെയൊക്കെ വരുമ്പോൾ അത്യാവശ്യം വൈദ്യ പരിശോധനയൊക്കെ നടത്തിക്കോളും. അപ്പോൾ അതിനുള്ള മരുന്ന് കിട്ടും. മരുന്നുള്ള ചികിത്സയെങ്കിൽ അങ്ങനെ, മരുന്നില്ലാത്ത ചികിത്സയെങ്കിൽ അങ്ങനെ കേട്ടോ. അങ്ങനെ പറയുന്നത് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് ഏതുമാണ് ചോയ്സ്. അല്ല എല്ലാവരും മരുന്നുള്ള ചികിത്സ തന്നെ എടുക്കണില്ല. ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ എന്താണ് നല്ല റിസൾട്ട് തരുന്നതാണ്. നല്ല ഓർഡിനറി മെഡിസിൻ്റെ കാര്യത്തിൽ ചെല്ലുന്നെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് തരുന്നതാണ്. സോ നിങ്ങളുടെ അസുഖം എന്താണോ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമുള്ള, നിങ്ങളുടെ വിശ്വാസമുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണോ അതെടുക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായി പ്ലാൻ ചെയ്തൊരു യാത്ര ചെയ്യാൻ നോക്കുക. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഒരു അൺഎക്സ്പെക്റ്റഡ് യാത്രയിലോട്ട് പോവാതെ ഒരു യാത്ര ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി മുമ്പേ നല്ല കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് യാത്ര ചെയ്ത് നിൽക്കുക. ഇന്നൊക്കെ കാര്യം, ഇന്ന സ്റ്റേ, ഇവിടെ ഫുഡ്, ഇങ്ങനെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാം നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റും. സോ അതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുക. കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ പോകുന്നെങ്കിൽ കുറച്ചുകൂടി ലൈഫ് അടിപൊളിയായിരിക്കും വൃശ്ചിക രാശിക്കാർക്ക് 2026 എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നമ്മളെ ഒരു സീനിയേഴ്സിനെ സംബന്ധിച്ച്, അതായത് 55-60 വയസ്സ് മുകളിലേക്കുള്ളവരെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നല്ല ഹെൽത്ത് ഉണ്ട്, നല്ല ഗുഡ് ഹെൽത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, ആരോഗ്യമുണ്ടെങ്കിൽ. ആരോഗ്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കണം? ആരോഗ്യത്തിലായിരിക്കണം. ആരോഗ്യം എപ്പോൾ ഓക്കെ ആവുന്നോ അപ്പം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ വരുമാനത്തിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധ കൊടുത്ത് ചെയ്യാം. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യം കൊടുക്കണം. നമ്മൾ എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. സോ അത് ഉണ്ടാക്കാൻ നോക്കുക. ആരോഗ്യമുള്ളവർക്ക്, അതായത് 55-60 വയസ്സ് മുകളിലേക്കുള്ളവർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ
സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുക, അതിനോടുള്ള പരിശ്രമങ്ങൾ ചെയ്യുക കേട്ടോ. ഇതൊക്കെയാണ് പൊതുവായിട്ട് വൃശ്ചിക രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത്. സോ ഒരു ജൂൺ മുതൽ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിലൊരു മാറ്റം, നിങ്ങളെ ആഗ്രഹിച്ച രീതിയിലൊരു നേട്ടം, നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലൊരു വിജയങ്ങളൊക്കെ കരസ്ഥമാക്കാനും പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. മൂലം, പുരാണം, ഉത്രാടം, കാർഡ് 2 നക്ഷത്രമാണ് ധനുരാശി അല്ലേ. ധനുരാശിക്കാർക്ക് മാത്രമല്ല ധനു ലഗ്നക്കാർക്കും കാണാവുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ആ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, സാമ്പത്തിക സംബന്ധമായിട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിൽ കിടക്കാം. അപ്പോൾ ഒരു തൊഴിൽ അന്വേഷിക്കുന്നവരെ വെച്ച് നോക്കാം നമുക്കത്. ഞാൻ കുറേ നാളുകളായിട്ട് തൊഴിൽ അന്വേഷിക്കുകയാണ്, എനിക്ക് ഈ വർഷം കിട്ടുമോ, 2026 എങ്കിലും തൊഴിൽ ഭാഗ്യമുണ്ടോ? നമുക്ക് തൊഴിൽ ഭാഗ്യം പറയാം, പക്ഷേ നമുക്കവിടെ പല പ്രതിസന്ധികൾ, പല തടസ്സങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ ഒരു വർഷം വരും. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ 4ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് അല്ലേ, അർദ്ധാശ്രമ ശനിയാണ്. സോ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങാനും പ്രവർത്തിക്കാനൊക്കെ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തൊഴിലൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇപ്പം ചെയ്യുന്ന ജോലി എനിക്ക് അത്ര ഇഷ്ടമല്ല, ഞാൻ ആ ജോലി ഒന്ന് മാറിക്കോട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറണമെന്ന് ആഗ്രഹിച്ചാലും പെട്ടെന്ന് അങ്ങ് മാറുക അത്ര എളുപ്പമായിരിക്കില്ല. ഇനി അഥവാ മാറിക്കഴിഞ്ഞാൽ തന്നെ അവിടെയും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു വർഷം നമുക്ക് പറയാൻ പറ്റുന്നത്. പല പല പ്രതിസന്ധികളും തടസ്സങ്ങളെയൊക്കെ നമുക്ക് എന്താണ് ഇതിനെയൊക്കെ അഭിമുഖീകരിച്ച് നമ്മൾ മറികടന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സക്സസ് ആയിട്ട് നമുക്ക് പറയുകയും ചെയ്യാം കേട്ടോ. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 10ാം ഭാവത്തിൽ എന്താണ് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കുമ്പോൾ, അല്ലെ വരുമാന കാര്യത്തിൽ നോക്കുമ്പോൾ വരുമാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു സേവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്കൊരു എന്താണ് ഒരു സുരക്ഷിതമായിട്ട് നമുക്കൊരു ഫണ്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വരില്ല. നമ്മൾ കുറച്ച് സേവ് ചെയ്ത് വരുമ്പോഴായിരിക്കും അവിടെ എന്തെങ്കിലും ചിലവുണ്ടായി അതങ്ങനെ ചിലവായി പോകുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോണിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സേവിങ് ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ ഒറ്റ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 2 or 3 ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ഒരെണ്ണത്തിൽ നിങ്ങൾ വരുന്ന ഫണ്ട് ഇട്ട് വെക്കാൻ വേണ്ടി മാത്രം. അതിൽ നിങ്ങൾ PayTM അങ്ങനെ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻസ് ഒന്നും ആക്ടിവേഷൻ ചെയ്തല്ല, നിങ്ങൾ ബാങ്കിൽ പോയി എടുക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ബുക്ക് കൊടുത്തിട്ട് ആ ഒരു സെറ്റപ്പ് മാത്രം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് മുഖേന എടുക്കാവുന്ന ഒരു സെറ്റപ്പ് അത് മാത്രം എടുക്കുക. 2ാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്രയും ഫണ്ട് നിങ്ങൾ അതിലോട്ട് ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ആ ഒരു ഫണ്ടുകളൊക്കെ സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറ്റും. ഓക്കെ, മിനിമം 2 അക്കൗണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. കാരണം ഈ UPI ട്രാൻസാക്ഷൻസ് ഉള്ള ബാങ്ക് അക്കൗണ്ടിലാണ് ഫണ്ട് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതിങ്ങനെ പെട്ടെന്ന് ചിലവായി പോവും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ സേവ് ചെയ്യാൻ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു വർഷം കുറച്ച് കുറവായിരിക്കും സേവിങ്സ് മറ്റുള്ള വർഷങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് നമ്മൾ ട്രൈ ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ട്രൈ ചെയ്യുക, എല്ലാ രീതിയിലുള്ള ഒരു പ്ലാൻ ചെയ്യുക. ബിസിനസ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് സംബന്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നടക്കും. പക്ഷെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെയൊക്കെ വരാനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൻഡിങ്, നമുക്ക് വരാനുള്ള പേയ്മെൻറ്റുകളിലൊക്കെ പെൻഡിങ്, എന്നാൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം പടപടാന്ന് കൊടുത്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് വരേണ്ടത് എന്താണ്, ഒരു പെൻഡിങ് ഇട്ട് തടസ്സങ്ങൾ ഇട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്കായിരിക്കും നമുക്ക് വരിക എന്ന് പറയുന്നത്. കാരണം ബിസിനസ് കിട്ടും, പക്ഷെ ബിസിനസ്സിന് ഉള്ള പേയ്മെൻറ്റ് വരാൻ കുറച്ച് കാലതാമസങ്ങളൊക്കെ നേരിട്ടേന്ന് വരുന്നതായിരിക്കാം. സോ അതനുസരിച്ച് നിങ്ങൾ ഈ വർഷത്തെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ലിസ്റ്റ് ഡെയിലി നിങ്ങളുടെ വരവ് പോക്ക് കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്തി ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുകയുള്ളൂ. അനാവശ്യമായിട്ട് ചിലവുകളുണ്ടെങ്കിൽ ഒന്ന് മാറ്റാൻ നോക്കിക്കോളൂ. കാരണം നമ്മൾ പറഞ്ഞില്ലേ, മാക്സിമം എങ്ങനെയൊക്കെ കട്ട് ചെയ്യാവോ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം സേവിങ്സ് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുക. ബിസിനസ് നന്നായാൽ മതി, എനിക്ക് വേറെ കാര്യങ്ങൾ ബിസിനസ് വലിയ കുഴപ്പങ്ങളില്ലാതെ നടക്കും. ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ്സിൽ ആകെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പേയ്മെൻറ്റിന് ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസ്. പേയ്മെൻറ്റിൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള കിട്ടാനുള്ള പൈസ നമുക്ക് എന്താണ് കുറച്ച് പെൻഡിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അതനുസരിച്ച് വേണം നമ്മൾ അപ്പുറത്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പം റെഡി ആക്കാനുള്ളത്. ഓക്കെ, അതുപോലെ നമ്മൾ ഫാമിലി സംബന്ധമായിട്ട് കുടുംബ സംബന്ധമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 2ാം ഭാവത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 4 ശനിയാണ് നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖം നിറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങളൊക്കെ ഉണ്ടാവാനും സംസാരിക്കാനും സാധ്യതയുള്ള സമയമാണ്. സോ കുടുംബത്തിലായാലും നമുക്ക് ഇഷ്ടമില്ലാത്ത പല വാർത്തകൾ കേൾക്കാനും ഇഷ്ടമില്ലാത്ത പല നമ്മളെ ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവാനും അല്ലെങ്കിൽ അതിന് നമ്മൾ കേൾക്കാൻ ഇടവരികയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ദുഃഖങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നൊരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഇതിനെയൊക്കെ നമുക്ക് എന്താണ് ശരിക്കും സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ആവും. കാരണം ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും, പക്ഷെ നമുക്ക് എന്താണ് അതെല്ലാം സോൾവ് ആയി കിട്ടുന്ന സമയം തന്നെ. വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഈ ഒരു വർഷത്തിൽ വിവാഹമൊക്കെ കഴിക്കാൻ കൊള്ളുമോ, അല്ലെങ്കിൽ എങ്ങനെയാ കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ നമുക്ക് എന്തായാലും അനുകൂലമായിട്ട് പറയാം. സോ ആ മാസങ്ങളിൽ നിങ്ങൾക്ക് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്നതാണ്, പ്രവർത്തിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ വരുമ്പോൾ എടുത്തേ പിടിച്ചതും ചെയ്യാതെ നല്ല രീതിയിൽ അന്വേഷിച്ച് പിടിച്ച് എന്ത് ചെയ്യുക, നിങ്ങളെ വിവാഹ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ.
കാരണം നമുക്ക് 8-ലാണ് വ്യാഴം വരിക. സോ വിവാഹ കാര്യങ്ങളൊക്കെ നടന്നാൽ തന്നെ നമുക്ക് എന്താണ് കുറച്ച് കഷ്ടപ്പാടുകൾ, വിവാഹം നിമിത്തം കുറച്ച് അല്ലെങ്കിൽ ഒരു കംഫോർട്ട് കുറവുകളൊക്കെ ഉണ്ടാകാൻ ചിലപ്പം നമ്മൾ കുറച്ച് പ്രതീക്ഷ കഴിഞ്ഞ് കൂടുതൽ ഫണ്ട് നമുക്ക് ലോൺ എടുക്കേണ്ട, കടം എടുക്കേണ്ട സാഹചര്യങ്ങൾ വരാം. അല്ലെങ്കിൽ നമുക്ക് യാത്ര കുറച്ച് കംഫോർട്ടബിൾ ആവാതിരിക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ കടം സംബന്ധമായിട്ടുള്ള കടങ്ങളൊക്കെ ഇച്ചിരി വർദ്ധിക്കാനുള്ള സാധ്യത, എന്താണ് വിവാഹ നിമിത്തമൊക്കെ കടങ്ങൾ വർദ്ധിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിമിത്തമൊക്കെ കടങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അടുത്ത പ്രണയത്തിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടൊക്കെ ഞങ്ങൾ പ്രണയത്തിലാണ്, മാസങ്ങളായിട്ടുള്ള ഒരു വിവാഹത്തിലെത്തില്ല, നമുക്ക് വർഷങ്ങളെ ഉള്ളവരെടുക്കാം. അപ്പം കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുള്ളവർ ഞങ്ങൾ പ്രണയത്തിലേക്കാണ്, ഞങ്ങൾക്ക് എങ്ങനെയാ അത് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാവോ, അല്ലെങ്കിൽ എങ്ങനെയാ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ, ഈ ഒരു വർഷത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, വേണോ വേണ്ടയോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഈ ഒരു വർഷമുണ്ട്. സോ ശരിക്കും നല്ല ടേക്ക് കെയർ ചെയ്ത് തന്നെ നിങ്ങൾ കൊണ്ടുപോകാം. അല്ലെങ്കിൽ എന്താണ് പകുതിക്ക് വെച്ച് നിങ്ങളത് മുറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആ കാര്യങ്ങൾക്ക് ആദ്യമേ ഒരു തീരുമാനമാക്കുക. എന്നിട്ട് പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ സംബന്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വിവാഹ കാര്യത്തിലേക്ക് എത്തിക്കുക കേട്ടോ. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഏതെങ്കിലും തരത്തിലൊരു ദുഃഖാനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു വിഷമ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബം, ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ കുടുംബം, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അതേപോലെ തന്നെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിൽ കിടന്ന പല തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ നിമിത്തം നിങ്ങൾക്ക് ഒരു കംഫോർട്ട് ഇല്ലാത്തൊരു വർഷമായിട്ട് നിങ്ങൾക്ക് 2026 അനുഭവപ്പെടും കേട്ടോ. പക്ഷേ നിങ്ങൾ ദുഃഖിക്കോ വിഷമിക്കോ ഒന്നും വേണ്ട. നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഈശ്വര പ്രാർത്ഥനയോടെയും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ നീങ്ങി കഴിഞ്ഞാൽ എല്ലാം തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ്, ചിരിച്ചുകൊണ്ട് അങ്ങ് അഭിമുഖീകരിക്കുകയാണ് അല്ലേ. അടുത്ത നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശരിക്കും ഈ വർഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലാണ് ശ്രദ്ധ വേണ്ടത്. ഓക്കെ, അപ്പം ധനുരാശിയിൽ ഉള്ള സന്താനങ്ങളുള്ള മാതാപിതാക്കളോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ മക്കളുടെ എന്താണ് പഠന കാര്യങ്ങളിൽ വലിയ കുഴപ്പമില്ല, എന്നിരുന്നാലും എന്താണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. ആരോഗ്യം കൃത്യമായിട്ടൊക്കെ കൃത്യസമയത്ത് ഉറക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഇരുന്ന് പഠിത്തം തന്നെ അല്ലാതെ കുറച്ച് എന്താണ് ശാരീരിക അധ്വാനം വരുന്നത്, അതായത് ഒന്നുകിൽ എക്സസൈസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് നടക്കാനായാലും അങ്ങനെയൊക്കെ ചെയ്താണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ എന്താണ്, നമ്മൾ സമയം റെസ്റ്റ് എടുക്കാൻ പറയുന്നത് ഫോണിൽ ഇരിക്കാനല്ല. നിങ്ങൾ ഒന്നെങ്കിൽ പുറത്തിറങ്ങി കളിക്കാനൊക്കെ സൗകര്യമുള്ളവരെങ്കിൽ അങ്ങനെ 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കളിക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങളൊരു എക്സസൈസ് ചെയ്യുക. ഓക്കെ, യോഗ അല്ലെങ്കിൽ ജിമ്മ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ജിമ്മിൽ വിടുമ്പോഴാലും പ്രായം അനുസരിച്ച് വിടണം. അതുപോലെ തന്നെ പ്രോപ്പർ ഗൈഡൻസിൽ തന്നെ ചെയ്യണം കേട്ടോ. അല്ലാതെ ഇഷ്ടം തോന്നിയ രീതിയിൽ നമ്മൾ വെയിറ്റ് എടുത്തിട്ടാൽ 4 മാസം നാളെ 6 പാക്കൊക്കെ വെക്കാനുള്ള രീതിയിലൊന്നും വേണ്ട. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ നോക്കേണ്ടത് പഠനം തന്നെയാണ് ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ എന്താണ്, ആരോഗ്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കണക്കിലെടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ശ്രദ്ധയൊക്കെ ഇടയ്ക്ക് കുറയ്ക്കാനുള്ള സാഹചര്യമൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയുടെ കാര്യം, ഫോക്കസ് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. അടുത്ത് നമ്മൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ധാർഷ്ട്രമ ശനിയാണ്. സോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പ്രായമേജ് തന്നെയാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന അസുഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ള, അതായത് സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് എങ്ങനെയുണ്ട് ഈ ഒരു വർഷം നമുക്ക് നോക്കാം. ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മാറ്റം, അല്ലെങ്കിൽ പെട്ടെന്ന് നല്ലത് നടക്കും, പെട്ടെന്നൊരു ബിസിനസ്സിൽ പുരോഗതി, അല്ലെങ്കിൽ പെട്ടെന്നൊരു തൊഴിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് പെട്ടെന്ന് ജോലി കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യണം, അങ്ങനെ ആ ഒരു അത്ര നല്ല കംഫോർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരോഗ്യ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ മറികടന്ന് എടുക്കണം. അതിനുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ്. നിങ്ങൾക്ക് അത്ര കംഫോർട്ടബിൾ ഇയർ ആയിരിക്കില്ല 2026 എന്ന് പറയുന്നത്. സോ അത് മനസ്സിൽ വിചാരിച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഓവർ എക്സ്പെക്ടേഷനോട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് നിരാശ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ്. അപ്പം ചെറിയ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വിഷമം ഉണ്ടാവില്ല. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മുമ്പോട്ട് നീങ്ങിക്കോളൂ കേട്ടോ. ഉത്രാട മുക്കാള് തിരുവോണം വിട്ടമരടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയാം അല്ലേ. അപ്പൊ മകരരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു 2026 അങ്ങനെ നോക്കാം. മകരരാശിക്ക് മാത്രമല്ല കേട്ടോ ഞാൻ പറയണ്ട, മകര ലഗ്നക്കാർക്കും കൂടി കാണാവുന്ന വീഡിയോ ആണിത്. സോ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. അപ്പം ഈ ഒരു മകരരാശിക്കാർക്ക് എങ്ങനെയുണ്ട് ഈ 2026 നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് എന്താണ്,
തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ തൊഴിൽ സംബന്ധമായിട്ട് അന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജോലി കിട്ടും ഈ വർഷം. പരിശ്രമിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. അതുപോലെ ജോലി മാറണം, എനിക്ക് ഈ ജോലിയിൽ നിന്ന് മാറണമുണ്ട്, കൊള്ളാവോ, അതിന് അനുകൂലമായ ഒരു വർഷമാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വർഷം നമുക്ക് എന്താണ് അതിന് മാറാനുള്ള യോഗങ്ങളൊക്കെ പറയാം. അത് നമുക്ക് ഈ വർഷം ആരംഭത്തിൽ തന്നെ പറയാം. ഒരു മകരമാസം മുതൽ തന്നെ നമുക്ക് എന്താണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒരുങ്ങി വരും. ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ മാസങ്ങളിൽ തന്നെ നമുക്ക് എന്താണ് മാറാൻ സാധിക്കുന്ന ഒരു ടൈം തന്നെയാണ് എന്ന് പറയുന്നത്. ജോലിയിലായാലും തൊഴിലൊക്കെ ആയാലും നമുക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാനും യോഗമുള്ള വർഷം തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രവൃത്തി എന്താണോ അത് കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക, അത് തന്നെ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക. അടുത്ത ബിസിനസ് കാര്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ, ബിസിനസ്സൊക്കെ ഉണ്ട്, അതെങ്ങനെയുണ്ട്, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ആ കടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്ന സമയമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷൻ ആഗ്രഹിക്കുകയാണ്, ചെയ്തോളൂ. ഈ വർഷം 2026 അതിന് ബെറ്ററാണ്. ഓക്കെ, ബിസിനസ് ഇൻകം വർദ്ധിക്കുന്ന ഒരു ടൈമാണ്. ബിസിനസ്സിന് വിവരിക്കാൻ എക്സ്പാൻഷന് വേണ്ടി കാരണം മാറ്റങ്ങൾ നിറഞ്ഞ വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. സോ മാറ്റങ്ങൾ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഒരുക്കമായി നിൽക്കുന്ന വർഷമാണ് 2026 എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പം അനുസരിച്ച് നീങ്ങുക. അടുത്ത കുടുംബ സംബന്ധമായിട്ട് ഫാമർ റിലേറ്റഡ് ആയ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജൂൺ മാസം മുതൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ അല്ലെങ്കിൽ നടക്കാൻ യോഗമുള്ള സമയമാണ്. അതേപോലെ നമ്മുടെ ഏഴരശനി സമയത്ത് വിവാഹം കഴിച്ചവരുണ്ട് അല്ലേ, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയി, അപ്പം ഡൈവോഴ്സ് ആവാൻ നിന്നവരുണ്ട്, ഡൈവോഴ്സ് ആയവരുണ്ട്. അപ്പം ഡൈവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്, ഈ വർഷം എന്ന് പറയുന്നത്. സോ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഡിസിഷൻ, ഡൈവോഴ്സ് ആയവർക്ക് ഡിസിഷൻ ഓൾറെഡി എടുത്തു, അവർ മൂവ് ചെയ്തു. പക്ഷേ ഏഴരശനി സമയത്ത് ശ്രദ്ധിക്കുക, ഏഴരശനി കാലഘട്ടത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ചു, ദമ്പതികളായി, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായി. അപ്പം നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ചിന്തയിലാണ്. ചിലപ്പോൾ രണ്ടുപേരും ഒരു വീട്ടിലാവാം, ചിലപ്പോൾ അവരവരുടെ വീട്ടിലാവാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുകയായിരിക്കാം. പക്ഷേ എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2026 നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ടേക്ക് എ ഡിസിഷൻ. ഓക്കെ, രണ്ടുപേർക്കും ജീവിതമല്ലാണ്, പക്ഷെ അപ്പം മുമ്പോട്ട് എന്താണ് അതനുസരിച്ച് നിങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. സോ ടേക്ക് എ ഡിസിഷൻ വിത്ത് എ കൺസെപ്റ്റ് ഓഫ് എന്താണ് ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടിനെ കണ്ടിട്ട് നമ്മളുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്താണ് മുമ്പോട്ടുള്ള ചിന്ത, ഒന്നിച്ചു പോകാനാണോ രണ്ടാവാനാണോ, കൃത്യമായിട്ട് ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് സാധിക്കുന്ന വർഷമാണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു വർഷമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പ്രണയത്തിലൊക്കെ ഉള്ളവർക്കായെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും, ഇനി അതല്ല ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഡിസിഷൻ, മുമ്പോട്ട് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ പോവുകയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയുകയാണോ ചെയ്യേണ്ടത് എന്നൊരു തീരുമാനം എടുക്കണം. അതായത് ഡിസിഷൻ ടേക്ക് ചെയ്യാൻ. അതായത് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, പ്രണയത്തിലുള്ളവരെയും നമുക്ക് എന്താണ് ആ ഒരു കുടുംബ വിഷയത്തിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അല്ലേ. അവർ ഫ്യൂച്ചർ ഇപ്പം പ്രണയിക്കുന്ന ആളും തന്നെ എന്താണ് നാളെ വേറൊരാളെ കെട്ടിപ്പോകാൻ വേണ്ടി ആയിരിക്കില്ല എല്ലാവരും തന്നെ പ്രണയിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഫാമിലി ആവാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പ്രണയ വിഷയവും ഫാമിലി എന്നൊരു ഹെഡിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്ത് വീട്ടിലൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ചെയ്യാവുന്ന ടൈം തന്നെയാണ് എന്ന് പറഞ്ഞത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജൂൺ മാസം മുതലൊക്കെ ആരംഭിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ കുടുംബത്തിൽ നമുക്ക് എന്തിലൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കുടുംബത്തിനുള്ളിൽ തന്നെ എന്തിലൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു വിധത്തിലൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യം നമുക്ക് ഈ ഒരു വർഷം കാണാൻ സാധിക്കും കേട്ടോ. പൂർണ്ണമായിട്ട് മാറും എന്ന് പറയുന്നില്ല, ഒരു വിധത്തിൽ. കാരണം നമുക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് രാഹുവാണ്. സോ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാം. നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, നിങ്ങളുടെ കാര്യം കൃത്യമായിട്ട് ചെയ്യാം, നിങ്ങളുടെ ഫാമിലി കാര്യം കൃത്യമായിട്ട് ചെയ്യാം. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ അഭിമുഖീകരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. മകര രാശിക്കാരെ വെച്ചും മകര ലഗ്നക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേട്ടോ. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഒരു കാര്യത്തിലും എടുത്തേ പിടിച്ചേ എന്ന രീതിയിൽ ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക. എന്താണ് ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞു, ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു വർഷത്തിൽ നിങ്ങൾ
പേഷ്യൻ്റായി നല്ല സമാധാനത്തിലൊക്കെ പോവുക, ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് സ്ത്രീകളുടെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു വർഷത്തിൽ എങ്ങനെ ഉണ്ടാവും, ഈ ഒരു 2024 പറയുകയാണെങ്കിൽ ബിഗ് കോൺഫിഡൻസ്. ഓക്കെ, ഈ സ്ത്രീകളെ സംബന്ധിച്ച് മകരരാശിക്കാരെ ലഗ്നക്കാരായാലും നിങ്ങൾ എന്താ ബിഗ് കോൺഫിഡൻ്റ് ആവും. നല്ല കോൺഫിഡൻസോടെ നിങ്ങൾ പ്രവർത്തിക്കുക, സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രൗഡായിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് കാണാൻ പറ്റും. സ്വന്തം കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കഷ്ടകാല സമയത്തുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ച് ഈ വർഷം ഭയങ്കരമായിട്ട് വീക്കാക്കണ്ട. കാരണം നിങ്ങളുടെ കഷ്ടകാല സമയത്ത് നിങ്ങൾ നടന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വർഷത്തെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, സഹായിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട. അന്ന് നടന്ന കാര്യങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഉപയോഗിക്കാം. മനസ്സിലായോ? അതായത് കൈപ്പേറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ മധുരം അല്ലേ, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്ന് മധുരമാണ്. ആ എക്സ്പീരിയൻസ് വെറുതെ ഒന്നും കിട്ടൂല, കഷ്ടപ്പെട്ട് തന്നെ കിട്ടിയതാണ് നിങ്ങൾക്ക്. നിങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു അല്ലേ, അതിൽ നിന്ന് അത്യാവശ്യം ഒന്ന് മാറി മാറി വന്ന് ഇടയ്ക്ക് അതിൻ്റെ അടുത്ത് വീണ്ടും ചാടി വീണ്ടും ഒന്ന് പയ്യെ രക്ഷപ്പെട്ടൊക്കെ വന്ന സമയമാണ് മകരരാശിക്കാരെ സംബന്ധിച്ചോളം അല്ലേ. അപ്പോഴും കുറേ പേരുകൾ ഇടയ്ക്ക് പറയാനുണ്ട് എനിക്ക് മകരരാശിയായിട്ടും വലിയ മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ജാതകം ഒന്ന് കൺസൾട്ട് ചെയ്യാം. ജാതകത്തിൽ എങ്ങനെയാണെന്നും കൂടി നോക്കുക. കാരണം ഗോചരഫലമാണ്, ഗോചരഫലം എന്ന് പറയുന്നത് പൊതുഫലമാണ് അല്ലേ. അപ്പം നമുക്ക് അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ജാതകം നമ്മൾ കൃത്യമാവട്ടെ, നമ്മുടെ ജാതകം എന്താണ് നമ്മൾ അനലൈസ് ചെയ്യണം അല്ലേ. ആ ജാതകത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ആ ജാതകം ചിന്തിക്കുക. ജാതകത്തിൽ നല്ല സമയമാണ് പ്രശ്നം ചിന്തിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും കൃത്യമായിട്ട് കേട്ടോ. അപ്പം ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. നിങ്ങൾ പഴയ കാര്യങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളൊക്കെ നിങ്ങൾ ഈ വർഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ടേക്ക് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അടുത്ത വിദ്യാർത്ഥികളോട് പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം എന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമായ വർഷമാണ്. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പാസ്റ്റിൽ നടന്ന ഓരോ കാര്യങ്ങൾ പാസ്റ്റ് ഇയേഴ്സിൽ നടന്നതിന് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കെയർ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. സോ അതൊക്കെ നിങ്ങൾക്ക് മത്സര പരീക്ഷയിലുള്ളവർക്ക് അത് വിജയിക്കാൻ പറ്റിയ സമയമാണ്. നമുക്ക് ഫേവറായിട്ട് അനുകൂലമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് തരുന്നൊരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. അടുത്ത ആരോഗ്യ സംബന്ധമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, നേരത്തെ എന്തെങ്കിലും രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലാത്തതൊക്കെ വീണ്ടും അതൊന്നും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ പേടിക്കേണ്ട, കൺസൾട്ട് ചെയ്താൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മാറുന്നേ ഉള്ളൂ കേട്ടോ. അത് വലിയ ഇഷ്യൂ ആയിട്ടൊന്നും എടുക്കണ്ട. അതുപോലെ തന്നെ ചില തരത്തിൽ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയ രോഗങ്ങളൊക്കെ നമുക്ക് പറയാം. 2ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന സമയമാണ്. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ദുഃഖിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇനി മുന്നോട്ട് പോകണ്ട. ദ പ്രസന്റ്, ഫോർഗോട്ട് ദ പാസ്റ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കാം. കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ച് വിഷമിച്ച് അസുഖം ഉണ്ടാക്കാതെ നിങ്ങളതൊക്കെ മറന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുമ്പോട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ. നിങ്ങൾക്ക് പെട്ടെന്നുള്ള യാത്രകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഈ ഒരു വർഷം പറയാൻ പറ്റും കേട്ടോ. അടുത്ത ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ 6 ദൃശ്യം വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഗുണാനുഭവങ്ങൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ സന്താനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വീതം വെച്ച് കൊടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്ന ഒരു വർഷമാണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കുന്ന ഒരു വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത് മകരരാശിക്ക് അല്ലെങ്കിൽ മകരരത്നക്കാർക്ക് എന്ന് പറയുന്നത്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങൾ നിറഞ്ഞ മാറ്റങ്ങളുടെ വർഷമായിട്ട് 2026 കാണാൻ സാധിക്കും. എട്ടമര ചതയം പൂരിട്ടാതി മുക്കാടകം നിറണ്ട നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയാം അല്ലേ. കുംഭരാശിക്കാർക്ക് മാത്രമല്ല കുംഭലഗ്നക്കാർക്കും കാണാവുന്ന വീഡിയോ ആണ് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് പൊതുവായിട്ട് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് സാമ്പത്തിക സംബന്ധമായിട്ടൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഈ ഒരു വർഷം അല്ലേ. തൊഴിലൊക്കെ അന്വേഷിക്കുന്നത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൊഴിലൊക്കെ കിട്ടാൻ, തൊഴിൽ ഭാഗ്യം, തൊഴിൽ നേട്ടം, തൊഴിലധി ഒക്കെ പറയാവുന്ന ടൈം തന്നെയാണ് കേട്ടോ 2026 എന്ന് പറയുന്നത്. ഇനി ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ, എനിക്ക് ഇപ്പം ചെയ്യുന്ന ജോലി അത്ര ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഈ ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലോട്ട് മാറണം എന്നൊക്കെ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പരിശ്രമം ഇപ്പം തുടങ്ങിക്കോളൂ. ഒരു മെയ് മാസം മുമ്പായിട്ട് അതൊക്കെ ചെയ്യാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ജൂണിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം. അതാണ് ഉത്തമം. കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സപ്പോർട്ട് വ്യാനം ചെയ്തെന്നില്ല ജോലി മാറുന്നതിനൊക്കെ കേട്ടോ. അപ്പം മെയ്ക്ക് അല്ലെങ്കിൽ ജൂണിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജോലിയൊക്കെ മാറാൻ ശ്രദ്ധിക്കുക. മാറാൻ ആഗ്രഹിക്കുന്നവർ ഓക്കെ, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് മാറാൻ അത്രയും വ്യാനത്തിന് സപ്പോർട്ട് ഉണ്ടാവില്ല. ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ബിസിനസ്സൊക്കെ അനുകൂലമായിട്ട് പോവോ? നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ ഈ ഒരു വർഷം വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. വലിയ റിസ്കുകളിലോട്ടൊന്നും പോകണ്ട, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ചെറിയ ചെറിയ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. അതായത് ഒരു ഹ്യൂജ് മാറ്റം പെട്ടെന്ന് പ്രതീക്ഷയുണ്ട്, ഭയങ്കര വലിയ പ്രോഫിറ്റ് പെട്ടെന്ന് പ്രതീക്ഷയൊന്നും ചെറിയ ആടണ്ട. ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് കിട്ടും, ആ ഒരു ചിന്താഗതി ഒന്നും വേണ്ട. പയ്യെ സ്ലോലി മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾ സ്ലോലി ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ച് പോയാൽ മതി. അതായത് നിങ്ങൾ പ്രവർത്തി കൃത്യം ചെയ്യുക, അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. റിസൾട്ട് പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ, റിസൾട്ട് കിട്ടും, പക്ഷെ പെട്ടെന്നായിരിക്കില്ല, പതുക്കെ ആയിരിക്കും. സോ അതനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത്. എന്നാൽ ഭയങ്കര മോശം സമയമാണോ ഇത്? അല്ല, വലിയ മോശ സമയങ്ങളൊന്നും അല്ല ഇത്. ഓക്കെ, അത്ര മോശം ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് വരും. അതുപോലെ തന്നെ കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം കടങ്ങളൊക്കെ അടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ഇത്രയും രൂപ വെച്ച് മാറ്റി വെച്ചോ, മാസത്തിൽ ഇത്രയും കടങ്ങളെങ്കിൽ അടിച്ചടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, തീർക്കാൻ നോക്കുക. ആദ്യം ഒന്ന് ചെറിയ ചെറിയ കടങ്ങളാണെങ്കിൽ ആ ചെറിയ ചെറിയ കടങ്ങൾ അടിച്ചു തീർക്കാം. ഞാൻ കാരണം ഒറ്റയ്ക്ക് വലിയ കട അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ചെറിയ കടങ്ങളുള്ള അടിച്ചു തീർത്ത് കഴിഞ്ഞാൽ ഒറ്റ കടയല്ലേ ഉള്ളൂ. ആ രീതി വേണം ചെയ്യാം. ഞാൻ നേരെ തിരിച്ചോ വലിയ കടം പെട്ടെന്ന് അടിച്ച് തീർക്കാൻ വേണ്ടി അതടിച്ച് നോക്കിയിട്ട് മറ്റതും ആ രീതിയിൽ പയ്യെ അടിച്ചടിച്ച് കൊണ്ടുവന്ന് മാക്സിമം ഡെപ്ത് ഒക്കെ കുറയ്ക്കാൻ നോക്കുക കേട്ടോ. അടുത്ത ഫാമിലി റിലേറ്റഡ്, കുടുംബ റിലേറ്റഡ് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ രണ്ടാം ഭാഗത്ത് നിൽക്കുന്നത് ശനിദേവനാണ് അല്ലേ. രണ്ടിലാണ് ശനി നിൽക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ കുടുംബത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അതിനെയൊക്കെ നമുക്ക് എന്താണ് തരണം ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. സോ ഈ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസിലൊക്കെ വന്നാലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യം, കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ആവും. എന്തിനിപ്പോൾ ഈ പ്രശ്നം നടന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുഷിപ്പുണ്ടാവുക, ആ ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സംസാര രീതികളൊക്കെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ വേദനിപ്പിക്കാനും ദുഃഖിക്കാനൊക്കെ സാധ്യതയുള്ള ടൈമാണ്. അതിൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷം എങ്ങനെയുണ്ട്, വിവാഹത്തിനൊക്കെ പെട്ടെന്ന് നടന്നൊന്നും വരില്ല കേട്ടോ. വിവാഹം കഴിക്കണം എന്ന് നിർബന്ധമുള്ളവർ പെട്ടെന്ന് നടക്കുന്നത് വരില്ല. ഇനി അഥവാ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നല്ല ഇത് അന്വേഷിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും കുടുംബത്തിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും ആർഗ്യുമെന്റ്സുകൾ ഉണ്ടാവുന്ന സാഹചര്യമാണ് ഈ വർഷം എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് വേണം നമ്മൾ നീങ്ങുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ദുഃഖമായി മാറും അല്ലേ. നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളോട് എതിർ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കേൾക്കാതെ വരുമ്പോൾ നമുക്കുള്ളിൽ ഒരു ദുഃഖം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് അല്ലേ. അപ്പം നേരത്തെ മനസ്സിലാക്കി നമ്മളതനുസരിക്കുകയെങ്കിൽ ഇതുകൊണ്ടാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. അതുകൊണ്ട് നമുക്ക് വലിയ ദുഃഖം അല്ലെങ്കിൽ വലിയ സങ്കടത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടാതിരിക്കും. ഓക്കെ, പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മൾ മാസ്റ്റർ മൈൻഡ് ആയിരിക്കണം. അത്ര മൈൻഡിൽ നമ്മൾ മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ അത്ര കാര്യങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമ്മൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, കുടുംബ സംബന്ധമായിട്ടായാലും നിങ്ങൾ അത്ര കംഫർട്ടബിൾ ഒന്നും ആയിരിക്കില്ല. ഓക്കെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇനി എന്താണ് ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലായാലും അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ ഇയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല 2026. പക്ഷേ ഇതിനെല്ലാം നമുക്ക് മറികടന്ന് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, നമുക്ക് വിജയിച്ചേ സാധിച്ചുള്ളൂ അല്ലേ. അതനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെയ്ത് മുന്നോട്ട് കൃത്യമായിട്ട് പോവാം കേട്ടോ. ഇനി സ്ത്രീകളുടെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ടെൻഷൻസ് ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ഫാമിലി പ്രഷേഴ്സ് ഉണ്ടാവും, ഭർത്താവ് നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ തെറ്റായിട്ടാണല്ലോ അവർ മനസ്സിലാക്കുന്നത്, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനെയാണല്ലോ അവർ കുറ്റപ്പെടുത്തുന്നത്, ചെയ്യാത്ത പ്രവൃത്തിയാണല്ലോ അവർ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള ദുഃഖങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ തന്നെ മനസ്സിലാവുന്നില്ലല്ലോ, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങളെല്ലാം കടന്നൊരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള, ഫേസ് ദ സിറ്റുവേഷൻസ്. ഓക്കെ, ആ സിറ്റുവേഷൻസിനെ നമ്മൾ ഫേസ് ചെയ്യാം എന്താ ധൈര്യമായിട്ട്. ഈ സിറ്റുവേഷൻസ് മറികടന്ന് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പായിട്ട് നേടാൻ പറ്റും. കാരണം കഷ്ടങ്ങളിൽ കൂടെ നിറഞ്ഞ് മാത്രമേ നമുക്ക് വിജയങ്ങൾ, അല്ലെങ്കിൽ കഷ്ടങ്ങളേറിയ പാതയിലൂടെ മാത്രം സഞ്ചരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കത് വിജയമാകാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ എപ്പോഴും നമ്മൾ വിജയം മാത്രം ആഗ്രഹിച്ച്, വിജയത്തെ മാത്രം പ്രതീക്ഷിച്ച്, വിജയം മാത്രം ഉണ്ടാവുള്ളൂ ലൈഫിൽ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ഡിപ്രഷനും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവുന്നത് അല്ലേ. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ എല്ലാ ക്ലാസ്സസിനും വിജയിച്ചു വരുന്നുകൊണ്ടിരിക്കുന്നു. 100 മാർക്ക്, അല്ലെങ്കിൽ 100-99 മാർക്ക്, അല്ലെങ്കിൽ 100 മാർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു എക്സാമിന് നിങ്ങൾക്ക് 100 മാർക്ക്, അല്ലെങ്കിൽ 100 അല്ല പോട്ടെ 110 മാർക്ക്. ആദ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്തിരിക്കും? നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. കാരണം എല്ലാ ക്ലാസ്സുകളിലും
ടോപ്പാണ്, ഫുൾ മാർക്കാണ്, പെട്ടെന്ന് ഇത്ര മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നു. അതൊരു മെയിൻ എക്സാമിന് തന്നെയാണ് വിചാരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതിന് പോലും പറയാൻ പറ്റില്ല, അത്രയും സങ്കടമായിരിക്കും അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ തന്നെ. അപ്പോൾ പറയും എനിക്കിത് മാത്രമേ തരുന്നുള്ളൂ, വേറെ ഒന്നും കിട്ടുന്നില്ല എന്നൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ സംസാരം പറയുന്നവരുമുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈഫാണ്, നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ നീങ്ങണം മനസ്സിലാക്കി മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ടൈമാണ് കേട്ടോ എന്തെന്ന് പറയുന്നത്. നിങ്ങൾ കളിച്ച് നടക്കേണ്ട സമയമല്ല ഇത്. നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് റിസൾട്ട് തരുന്നില്ല, പയ്യായാലും റിസൾട്ട് കിട്ടുന്ന ടൈമാണ്. സോ നല്ല രീതിയിൽ പരിശ്രമിച്ച് അതനുസരിച്ച് പ്ലാൻ ചെയ്തോളൂ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പം യാത്രകളൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് അതിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. നമ്മളല്ലെങ്കിൽ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷ രീതിയിൽ നമ്മൾ ബിസിനസ്സിന് വേണ്ടി യാത്ര ചെയ്യുന്നു, ജോലി സംബന്ധമായിട്ടൊരു മീറ്റിങ്ങിന് വേണ്ടി യാത്ര ചെയ്തു, നമ്മൾ വിചാരിച്ചൊരു വിജയം ആ ഒരു മീറ്റിങ്ങിന് ഒരു സാഹചര്യത്തിൽ നിന്ന് ഉണ്ടായിന്ന് വരില്ല. നമ്മൾ ആ പ്രതീക്ഷ എക്സ്പെക്ടേഷൻ ചെയ്ത ഒരു വിജയം സക്സസ് നമ്മുടെ ആ ഒരു യാത്രയിൽ ജേണിയിൽ ഉണ്ടായിന്ന് വരില്ല. സോ ആ കാര്യം ചെയ്യുക, വാഹന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കുക, കൈകാര്യം ചെയ്യുക. അതേപോലെ തന്നെ കാല സംബന്ധമായിട്ട് കാര്യം വീഴ്ചകൾ വരാതിരിക്കാൻ പറ്റുക, ഒഴുക്ക് വീഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ കാല് സംബന്ധമായിട്ടൊക്കെ നമ്മൾ ഓരോന്നും ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തൊരു 55-60 വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പം അങ്ങനെ തന്നെ പൊക്കോട്ടെ. നിങ്ങളിപ്പോൾ വേറെ എക്സ്ട്രാ ഒത്തിരി ഉണ്ടാക്കാനൊന്നും നോക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു ആവറേജ് ലൈഫ് നിങ്ങൾ നയിക്കുക. ഓക്കെ, വലിയ രീതിയിൽ ദൂർത്തടിക്കാതെ ഒരു ആവറേജ് ലൈഫ് നയിച്ച് മുന്നോട്ട് പോകുക. കാരണം ഒരു സമ്മിശ്ര ഫലമാണ്, നമുക്ക് അത്ര സൂപ്പർ ഡൂപ്പർ ഒന്നും പറയാൻ പറ്റില്ല. സോ അങ്ങനെ തന്നെ ഒന്ന് മുമ്പോട്ട് പോകുന്നതായിരിക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത്. നമ്മൾ അതൊത്തിരി റിസ്ക് ഒന്നും എടുക്കാൻ പോകാതിരിക്കുകയാണ് നല്ലതെന്ന് പറയുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് കുംഭരാശിക്കാരുടെ അല്ലെങ്കിൽ കുംഭലഗ്നക്കാരുടെ ഒക്കെ ഫലം എന്ന് പറയുന്നത് കേട്ടോ. പൂരുട്ടാതി കാല് ഉത്തിരുട്ടാതി രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലേ. മീനരാശിക്കാർക്ക് മാത്രമല്ല മീനലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു ടൈമിൽ അതല്ലെങ്കിൽ 2024 ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ എന്താണ് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു മാറ്റം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ ജന്മശനി സമയമാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. ജന്മശനി സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എത്രമാത്രം അത് ഗുണകരമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തൊഴിലൊക്കെ അന്വേഷിക്കുന്ന തൊഴിൽ മാറാൻ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ തൊഴിൽ മാറിയാൽ എങ്ങനെ ഉണ്ടാവും, ജന്മശ്രേണിയാണ്, തൊഴിലൊക്കെ നമുക്ക് ലഭിക്കുന്ന സമയം തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ജോലി നഷ്ടപ്പെട്ടു പോയാലും ജോലി ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ടൈമിൽ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് സ്ട്രെസ് അതുപോലെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. വരുമാന കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും വരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ജോലി നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ജോലി തന്നെ കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷെ ജോലി കിട്ടും കേട്ടോ. അതെന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ജോലി കിട്ടണം എന്നൊക്കെ നിർബന്ധം പിടിച്ചാൽ ചിലപ്പോൾ അത് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 5-ൽ വ്യാഴം നമുക്ക് എന്താണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ടൈമായിരിക്കും. നമുക്ക് സ്ഥലം മാറാൻ യോഗമുള്ള ടൈമാണ്, സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നത് പറ്റും, കടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്ന ടൈമാണ്. ബിസിനസ് സംബന്ധമായിട്ട് നോക്കുമ്പോൾ പ്രോഫിറ്റ് കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ വർധനമുണ്ടാവും. നമുക്ക് ഡെപ്തുകളൊക്കെ നമുക്ക് പയ്യെ കുറയ്ക്കാനൊക്കെ പറ്റും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന വരവിനനുസരിച്ച് തന്നെ എക്സ്പെൻസ് കയറായി പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ സേവ് ചെയ്യാൻ നോക്കിയാലൊന്നും അത്ര നടന്നതുമില്ല. നമ്മൾ സേവ് ചെയ്ത് വെക്കുമ്പോഴായിരിക്കും അവിടെ എന്തെങ്കിലും പെട്ടെന്നൊരു എമർജൻസി വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു എക്സ്പെൻസ് വരുന്നത്, അങ്ങനെ ഒരു സ്പെൻഡായി പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്നൊരു വർഷമാണ് 2026 എന്ന് പറയുന്നത് കേട്ടോ. പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു പ്രൊമോഷൻ കിട്ടിയെന്ന് വരില്ല, അത് ഡിലേ ആവാം, ചിലപ്പോൾ അത് മാറിപ്പോകാം. ചിലപ്പോൾ നമുക്കാണ് പറഞ്ഞ് സെറ്റായിട്ട് നമ്മൾ പുറത്തൊക്കെ സെറ്റായിട്ട് ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ്, പക്ഷേ പ്രൊമോഷൻ ടൈമിലാകുമ്പോൾ നമ്മളായിരിക്കില്ല വേറൊരാളായിരിക്കും. ആ സാഹചര്യമൊക്കെ നിങ്ങൾ ഈ ഒരു വർഷം അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം അതൊക്കെ ഓർത്ത് റെഡി ആയിട്ട് നിൽക്കണം. നിങ്ങൾ ഞാനാണ് ഈ ഒരു വർഷം പ്രൊമോഷൻ ആവാൻ പോകുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ ബാക്കി എല്ലാ കാര്യത്തിലും കയറി ചെയ്തു അങ്ങനെ വിചാരിച്ചിരുന്നിട്ടാണ് ആ പ്രൊമോഷൻ അനൗൺസ് ചെയ്തപ്പോൾ നിങ്ങളല്ല വേറൊരാളാണ് അറിയുന്നത്. നിങ്ങളുടെ മനസ്സ് താങ്ങുമോ? നിങ്ങൾക്ക് സങ്കടം വരില്ലേ? ദുഃഖം വരില്ലേ? ഇത് നേരത്തെ തടയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാം. സോ അത് പ്രിപ്പയർ ആവുക. അപ്പം അങ്ങനെ അറിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓക്കെ ആവാം. വലിയ പ്രശ്നം കാരണം
ഇങ്ങനെയാണ് കിടക്കുന്നത്. സോ ഇങ്ങനെ വരാൻ സാധ്യതയാണ് കൂടുതൽ, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ അത്ര അങ്ങ് ഓവർ എക്സ്പെക്ടേഷൻ ചെയ്യേണ്ടല്ലോ, ഓവർ എക്സൈറ്റ് ആവണ്ട എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ ഫാം റിലേറ്റഡ് ആയിട്ട്, കുടുംബം റിലേറ്റഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് പങ്കാളിൽ നിന്ന് പൂർണ്ണമായിട്ട് സപ്പോർട്ട് കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ പങ്കാളി എനിക്ക് സപ്പോർട്ട് ആയിരിക്കുമോ എന്നൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാഹചര്യമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് കേട്ടോ. വിവാഹ കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ജന്മശനി സമയമാണ്. സോ നമ്മുടെ മൈൻഡിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പം അത്രയും വ്യക്തത വേണം. സോ അത്രയും ടേക്ക് കെയർ ചെയ്ത് നമ്മൾ ഡിസിഷൻ എടുക്കുക. നമ്മളൊന്നും ഹറിയപ്പാവും, ഭയങ്കര സ്പീഡപ്പായി നമുക്ക് വിവാഹം കഴിക്കാനൊന്നും ചിന്തിക്കേണ്ട. സ്ലോലി ഓരോ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാം. പ്രണയത്തിലുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതേ സെയിം സിറ്റുവേഷനായിരിക്കും. ഒന്നും നിങ്ങൾ ഹറിയപ്പായിട്ട് എടുത്തേ പിടിച്ചെന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കരുത്. ചിന്തിച്ച് ആലോചിച്ച് മാത്രം ചെയ്യുക. അതേപോലെ നമ്മുടെ ഒരു കുടുംബ സംബന്ധമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഒരു പരിശ്രമം കൂടി ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കല്ല. അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകല്ല, അതൊന്നും പറ്റിയൊന്നും വരില്ല. സോ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വേണം നിൽക്കാൻ. വിവാഹ കാര്യത്തിൽ ചെയ്യുമ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധയോടെ വേണം വിവാഹ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയാം കേട്ടോ. ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് അതേ സാഹചര്യത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകാമെന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം കുറച്ച് ഭയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. വ്യാഴം മാറാൻ നമുക്ക് ഒരു പയ്യൊരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് തെളിച്ച് കിട്ടുകയും നമുക്ക് ഓരോ കാര്യങ്ങൾ അതനുസരിച്ച് മൂവ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി എന്താണ് പയ്യായാലും ഓരോ കാര്യങ്ങൾ റെഡി ആയി തുടങ്ങുന്ന ടൈമായിരിക്കും വ്യാഴം മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇന്ന സമയത്ത് കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് പ്രെഡിക്ഷൻസ് വ്യാഴം മാറ്റത്തെക്കുറിച്ച് പറയാം നമുക്ക്. എന്നാലും നമുക്ക് ആ ടൈം കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താണ് അനുകൂലമായിട്ട് വരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ടൈം എന്ന് പറയുന്ന നിങ്ങൾ എന്ത് സാഹചര്യമായാലും അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു നല്ല സപ്പോർട്ട് ഉണ്ടാകും. പക്ഷെ നിങ്ങൾ എന്താണ് നല്ല രീതിയിൽ അധ്വാനിക്കുക. നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലേ. എന്നാൽ മാത്രം പരീക്ഷ ഹാളിൽ നിങ്ങളാണ് പോയി എഴുതേണ്ടത് അല്ലേ, അല്ലെ ഇന്റർവ്യൂ നിങ്ങളാണ് പോയി പ്രസന്റ് ചെയ്യേണ്ടത്, അല്ലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ആയിരിക്കില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാണ്, അത് എന്തൊരു കാര്യത്തിലായാലും താൻ പാതി ദൈവം പാതിനാണ്. നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ബാക്കി എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടും കാര്യമുള്ളൂ. സോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജന്മശനി സമയമാണ്. സോ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ ആവശ്യമായിട്ട് വേണ്ട സമയമാണ്. നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉത്തമമായിരിക്കും. യാത്രകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. നീ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്ത് മാത്രം ചെയ്യാൻ മുന്നോട്ട് പോകാം കേട്ടോ. വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുമ്പോഴൊക്കെ ആയാലും വാഹനത്തിലൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ഒരു 55-60 വയസ്സ് മുകളിലേക്ക് ഓരോ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വലിയ പരിശ്രമത്തിലേക്കൊന്നും പോകണ്ട. നിങ്ങളിപ്പോൾ പോകുന്ന ഒരു ലൈഫിലൂടെ മുന്നോട്ട് പോയത് ഒരു സിമ്പിൾ ലൈഫ് നയിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഒത്തിരി ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഈ ഒരു വർഷത്തിൽ വേണ്ട കേട്ടോ. അങ്ങനെ ചെയ്യുന്ന അത്ര നല്ലതായിരിക്കും. ഓവർ എക്സ്പെക്ടേഷൻ പറയണ്ടോ, എക്സ്പെക്ടേഷൻ എവിടെ കൂടുന്നോ അല്ലെങ്കിൽ എവിടെ ഹൈപ്പ് കൂടുന്നോ അവിടെ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ പ്രശ്നമായിരിക്കും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ലെവലിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ലെവലിലായിരിക്കും നമുക്ക് ഓക്കെ ആവോ ഇല്ല. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഈ ലെവലിലാണ്, നമുക്ക് ആ ലെവൽ കിട്ടിയാലോ അല്ലെങ്കിൽ അതിനപ്പുറം കടന്ന് കിട്ടിയാലും നമുക്കൊന്ന് സന്തോഷമാവുള്ളൂ, മുഖത്തൊരു ചിരി വരുള്ളൂ. ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഓക്കെ ആവും ഇല്ല. പക്ഷെ ഇവിടെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്താണ് അത് അറിയാൻ പറ്റിയില്ല. കാരണം എന്താ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ അല്ലേ. ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാവോ? നിങ്ങൾക്കല്ല ആർക്കെങ്കിലും തൃപ്തിയാവോ? ഇല്ല അല്ലേ. ഇവിടെ കിട്ടാതിരിക്കല്ല, കിട്ടി. പക്ഷെ എന്താണ് നമ്മൾ എക്സ്പെക്ടേഷൻ അവിടെ. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ടേഷൻ വേണ്ട. നിങ്ങളല്ലാതെ മൂവ് ചെയ്തോളൂ, നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തി കൃത്യമായിട്ട് ചെയ്തോളൂ, ഈശ്വര പ്രാർത്ഥന ചെയ്ത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തോളൂ. നിങ്ങൾക്ക് വേണ്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ഇതൊക്കെയാണ് പൊതുവായിട്ട് വർഷഫലം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഓവർ എക്സ്പെക്ടേഷൻ ഒരു കാര്യത്തിലും വേണ്ട, കിട്ടുന്നുണ്ട്. ഓക്കെ, അവിടെ വിചാരിക്കുന്നതുകൊണ്ടാണ് ഇത് കിട്ടിയത് അറിയാത്തത്. ഓക്കെ, ഇവിടെ വിചാരിച്ചവർ അല്ലെങ്കിൽ ഒന്നും കിട്ടൂല എന്ന് വിചാരിച്ചവർക്ക് ഇത് കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷമായിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ വിചാരിച്ചവർക്ക് ഒരിക്കലും ഇത് കിട്ടിയ സന്തോഷം ആവില്ല, അത് ഓർത്തോണം. അപ്പം അതനുസരിച്ച് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെ നമ്മുടെ ഈ ഒരു രാശിയുടെ ഫലം എന്ന് പറയുന്നത്. ഞാൻ പറയാറുണ്ട്, ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പോൾ രാശിക്ക് മാത്രമല്ല നമുക്ക് കൂടി കാണാവുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താരെ കമൻറ്റ് ചെയ്യുമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥന നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ജാതകം നോക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജാതകത്തിൽ ചന്ദ്രനും അതായത് നമ്മുടെ നക്ഷത്രഫലം മാത്രമായിട്ട് നോക്കരുത്, ലഗ്നം പ്രാധാന്യമുണ്ട് അല്ലേ.
അപ്പോൾ ലഗ്നത്തിനെ അനുസരിച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രിഡിക്ഷൻസ് കാണുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ലഗ്നക്കാർക്കും രാശിക്കാർക്കും കാണാവുന്ന രീതിയിലാണ്. സോ നിങ്ങൾ രണ്ടും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങളായിട്ട് അട്രാക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് ആ പ്രിഡിക്ഷൻസ് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയി മാറുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ ദോഷഫലം കേട്ടു, അല്ലെങ്കിൽ നമ്മളൊരു ഗോചരവശാൽ മോശഫലമാണ് കേട്ടതെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജാതകവശാൽ അനുകൂലമാണ്, നല്ല ഫലമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുകൂല ഫലങ്ങളായിക്കൊണ്ട് ആ ഗോചരഫലത്തിൻ്റെ ആ ദോഷഫലങ്ങൾ അത്ര ബാധിക്കില്ല. അതുപോലെ നമുക്ക് ദശയ്ക്ക് അനുകൂലമായിട്ടാണ് നടക്കുന്ന ദശാപകാരങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ടൊക്കെ നടക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ നല്ല പൊസിഷൻസിലേക്ക്. ഇനി നമുക്ക് ഗോചരാണ് നല്ല ഫലമാണ്, പക്ഷേ ജാതകവശാൽ ഇപ്പം അത്ര ഉത്തമമല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, ആ ഗോചരത്തിലുള്ള അനുകൂല ഫലം കൊണ്ടായിരുന്നില്ല, അവിടെ എന്താണ് കുറച്ച് ആ അനുകൂല ഫലത്തിന് കാഠിന്യം കുറയും. ഓക്കെ, അതുപോലെ തന്നെ നേരെ തിരിച്ചു. സോ അത് മനസ്സിലാക്കാൻ നമുക്ക് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജാതകമാണ്. ഇപ്പം ജാതകത്തിൽ അനുകൂലമാണ്, ഗോചരാലും അനുകൂലമാണ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്നിട്ട് വന്ന ഒരു ഗുണഫലം കിട്ടുന്നില്ല, നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രശ്നചിന്ത നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ജാതകവും നല്ലതായിട്ടും നമ്മുടെ എന്താണ് ഗോചരാലും നല്ലതായിട്ട് നമുക്ക് അനുകൂലമായിട്ട് ആ ഫലം വരാത്തത് എന്താണെന്ന് ചിന്തിക്കണം അല്ലേ. നമുക്ക് അനുകൂലമായി ഫലം വരേണ്ട സമയത്ത് നമുക്ക് അത് എന്തുകൊണ്ട് വരുന്നില്ല, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് അറിയാനുള്ളത്, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോഴ്സ് പെൻഡുലം ഡൗസിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ് അയച്ചു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. സോ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 3 മാസത്തെ കോഴ്സാണ്, ബേസിക് ലെവലാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്വാൻസ് ലെവൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് പഠിക്കുന്നവർക്ക് മാത്രമാണ് അഡ്വാൻസിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പഠിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും അനുകൂലമായ ഫലമാവട്ടെ എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ കേൾക്കാതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി, നമുക്കും നമ്മുടെ ചുറ്റിനുള്ളവർക്കും എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ല ഫലം. നമുക്കറിയത്തില്ല, നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ മറ്റൊരാളുടെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടുതലാണുള്ള കാര്യം. സോ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിരിക്കുക, അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. സോ നമുക്ക് എന്താണ് ഒന്നിച്ച് മുന്നേറാം. ഈ ഒരു വർഷം എന്ന് പറയുന്നത് 2024 നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ട്, നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് 2027 ഒന്ന് വന്ന് ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ഒന്ന് കണ്ടു നോക്കൂ. അല്ല നമുക്ക് പറ്റിയെങ്കിൽ നമുക്ക് അങ്ങനെ ഇടുന്നവർക്ക് വീണ്ടും ഒരു വീഡിയോ 2027 നമുക്ക് ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള വീഡിയോസ് ഫോട്ടോ കമൻറ്റുകളൊന്ന് എടുത്തു വെച്ചാൽ നമുക്ക് 2027 എന്നിട്ട് അതിൻ്റെ താരം എന്താണ് എല്ലാവരും എത്രയൊക്കെ നേടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വർഷത്തിൽ കണക്കിലെടുക്കാം 2027 കേട്ടോ. അപ്പം നമ്മൾ എല്ലാ വർഷത്തെ പോലെ കണക്ക് കൂട്ടി ഗോൾസൊക്കെ ഒന്ന് വെച്ച് നമ്മൾ ഈ വർഷം മുമ്പോട്ട് കടന്നു. ഇനി എല്ലാ വർഷത്തെ പോലെ നിൽക്കാൻ തന്നെയാണെങ്കിൽ നമ്മുടെ കലണ്ടറിൽ ജസ്റ്റ് ഒരു ദിവസം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 5-നുള്ള സ്ഥാനത്ത് 6 വരുന്നു മാത്രമേ ഉള്ളൂ. അതായത് വീട്ടിൽ കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ ഇടുന്നൊരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ല, ജീവിതത്തിൽ മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം പ്ലാൻ ചെയ്യുക, കൃത്യമായിട്ട് അതിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ് നടത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിജയം നേടാൻ പറ്റും. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ജഗദീശ്വരനോട് ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ നിർത്തുന്നു. അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് കേട്ടോ.